Hello everyone, good morning. Welcome to Adda247 Malayalam channel. അതുപോലെ welcome to Bankers Adda247 Malayalam channel. എന്നെ കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടോ എന്ന് പറയണേ. ഞാൻ 8:30 മുതൽ വേറെ ലൈവിൽ കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് പിന്നെ ടെക്നിക്കൽ ഇഷ്യൂ. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ ലൈവായി കാണാൻ പറ്റുന്നു, കേൾക്കാൻ പറ്റുന്നു വിചാരിക്കുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്യുന്നവർക്ക് ആദ്യമേ തന്നെ സോറി ഫോർ ദാറ്റ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒട്ടും താമസിക്കാതെ തന്നെ നമ്മുടെ ആർട്ടിക്കിളിലോട്ട്. ഇന്നലെ ഒരു ദിവസം നമ്മൾ നമ്മുടെ ഇവിടെ മൊത്തം നെറ്റിൻ്റെ പ്രശ്നമൊക്കെ ആയിട്ട് അതുകൊണ്ട് നമുക്ക് ക്ലാസ് കണ്ടക്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ യൂട്യൂബിലൊരു ക്ലാസ്സൊന്നും എനിക്ക് ഇന്നലെ കണ്ടക്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഹിന്ദു എഡിറ്റോറിയലിലെ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്നും അതുപോലെ തന്നെ വൊക്കാബുലറി ഏതൊക്കെയാണെന്നും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കോട്ട് വെച്ചാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബി ദ ടൈപ്പ് ഓഫ് പേഴ്സൺ യു വോണ്ട് ടു മീറ്റ്. നമ്മളെപ്പോഴും നമ്മളെങ്ങനെ ആവണമെന്ന് ആഗ്രഹിക്കണം എന്നറിയോ? നമുക്ക് ആരെ കാണാനാണ് ആഗ്രഹം? നമ്മളെപ്പോഴും അഡ്മയർ ചെയ്യുന്ന, നമ്മളെപ്പോഴും ആരാധിക്കുന്ന ഒരു പേഴ്സണാലിറ്റി നമ്മുടെ എല്ലാ മനസ്സിലുണ്ടാവില്ലേ? നമ്മുടെയൊക്കെ ഒരു റോൾ മോഡൽ എന്ന് വിചാരിക്കുന്ന ഒരാളുണ്ടാവില്ലേ? ആ ആള് നിങ്ങളായി തീരുക. ആ ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ ആകാൻ നമ്മൾ ശ്രമിക്കാം. അതായിരിക്കണം നമ്മുടെ ഉദ്ദേശം, നമ്മുടെ മോട്ടീവ് അതായിരിക്കണം. ആ ഒരു മോട്ടീവിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ പ്രോഗ്രസ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതായിരിക്കണം നമ്മുടെ ഐഡിയൽ എന്ന് പറയുന്ന ഒരു ഗോൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് അതിനെപ്പറ്റി ചിന്തിക്കാം. നമുക്ക് നമ്മുടെ ആർട്ടിക്കിളിലോട്ട് നേരെ പോകാം. ഇന്ന് വന്നിരിക്കുന്ന ആർട്ടിക്കിൾ ഒരേ ഒരു ആർട്ടിക്കിൾ ഇന്ന് ഹിന്ദു എഡിറ്റോറിയൽ ഉള്ളൂ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ചന്ദ്രയാൻ മിഷനെ പറ്റിയുള്ള ആർട്ടിക്കിളാണ്. ആൻഡ് നമ്മൾ ഇന്നത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. വെരി പ്രൗഡ് മൊമെന്റ് ഫോർ ഓൾ ഓഫ് us, ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് മൊത്തം, ഓൾ ഓവർ വേൾഡ് ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് മൊത്തം, അതുപോലെ മറ്റ് രാജ്യക്കാരെല്ലാം ഇന്ത്യയെ ഉറ്റുനോക്കുന്ന ഒരു വലിയൊരു അച്ചീവ്മെൻറ്റ് ആണ് നമ്മൾ ഇന്നലെ കണ്ടത് അല്ലേ. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓൾ അബൌട്ട് ചന്ദ്രയാൻ. അപ്പോൾ നമുക്ക് വേറൊരു ആർട്ടിക്കിളും ഇന്നില്ല. ഇന്ന് ഫുള്ളി ആ ആർട്ടിക്കിളാണ്. കുറച്ചധികം വൊക്കാബുലറി ഉണ്ട് സാധാരണ ഉള്ളതിനേക്കാളും. അത്ര തന്നെ അതിൽ കൂടുതലൊന്നും വൊക്കാബുലറി ഇല്ല. ബട്ട് വളരെ സിമ്പിളായ ഒരു ആർട്ടിക്കിളാണ്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിടാം. അപ്പോൾ ഡെയിലി ബേസിസിൽ പഠനമൊക്കെ നടക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ ഇന്നലെ അസൈൻമെൻറ്റ്സ് ഒക്കെ ഉഷാറായിട്ട് എഴുതി വലിയ കുഴപ്പമില്ലാതൊക്കെ പഠിച്ചവർക്കൊക്കെ വലിയ കുഴപ്പമില്ലാതെ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് കുട്ടികൾ വലിയ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റി. ബിക്കോസ് പഠിച്ചതൊക്കെ രീതിയിൽ തന്നെയാണ് വന്നതെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് യൂണിവേഴ്സിറ്റി മെയിൻസ് എക്സാം ഒക്കെ ഉണ്ട്. അപ്പോൾ എക്സാം എഴുതാൻ പോകുന്നവരൊക്കെ പ്രിപ്പയർ ആയിട്ട് ഹാപ്പി ആയിട്ട് പോയി എക്സാം എഴുതാം. അതുപോലെ ഡെയിലി ബേസിസിൽ ക്വിസസ് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ ഇനിയും എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ്. അപ്പോൾ ഡെയിലി ബേസിസിൽ ക്വിസസ് അറ്റൻഡ് ചെയ്യുക. നിങ്ങളെ തന്നെ ഒന്ന് പ്രിപ്പയർഡ് ആക്കുക. അപ്പോൾ പല കുട്ടികളും പ്രിപ്പയർഡ് ആവാത്തതുകൊണ്ട് പാടായിരുന്നു എന്ന് പറയുമ്പോൾ ഓർക്കേണ്ട കാര്യം, നിങ്ങൾ ഡെയിലി ക്വിസസ് ഉണ്ട്, വൊക്കാബുലറി ക്വിസസ് ഉണ്ട്, കറണ്ട് അഫയേഴ്സിൻ്റെ സബ്ജക്ട് വൈസ് ക്വിസസ് ഉണ്ട്. അതൊക്കെ അറ്റൻഡ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എപ്പോഴും നിങ്ങൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. എൻജോയ് ചെയ്ത് പഠിക്കുക, അതാണ് നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്വിസസ് ഒക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. Adda247 ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനലിൽ ആരും മറക്കണ്ട. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഇഡിയംസ്, ഫ്രേസൽ വേർബ്സ്, വൺ വേർഡ്സിലോട്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ഇഡിയം തന്നെ ഇതാണ്, ഓവർ ദ മൂൺ. അപ്പം നമ്മൾ നമുക്ക് പറയാം, മൂണിൽ നിൽക്കുന്ന ഇന്ത്യക്കാർക്ക് ഏറ്റവും ഒരു സംതൃപ്തി തരുന്നൊരു കാര്യമാണ് ഓവർ ദ മൂൺ. നമ്മളീ പറയില്ലേ, ചില ഈ കിസാനാന്ന് തോന്നുന്നു, അല്ല ഹാപ്പി ജാമിൻ്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നു പണ്ട്. നമ്മുടെ ഇപ്പോൾ അതിൻ്റെ പരസ്യം എനിക്കൊന്നും ആ ഒരു പരസ്യമില്ല. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ, ഞാനിപ്പോൾ മാനത്ത് വലിഞ്ഞു കയറുന്നൊക്കെ പറയില്ലേ, ആ ഒരു ഇത്. അതാണ് ആ അക്ഷരാർത്ഥത്തിൽ അതിനെയാണ് ഓവർ ദ മൂൺ എന്ന് പറയാം. അതായത് നിലത്തൊന്നുമല്ല നമ്മൾ നിൽക്കുന്നത്, എക്സ്ട്രീംലി ഹാപ്പി. നമ്മളങ്ങ് ചന്ദ്രനിലാന്ന് പറയില്ലേ, അതായത് എക്സ്ട്രീംലി ഹാപ്പി ആയിട്ട്, വളരെ എക്സ്ട്രീംലി ഡിലൈറ്റഡ് ആയിട്ടുള്ള ഒരവസ്ഥ, എക്സ്ട്രീംലി ഹാപ്പി ആയിട്ടൊരു അവസ്ഥയ്ക്ക് നമ്മൾ പറയാം ഓവർ ദ മൂൺ എന്ന് പറയാം. ബിക്കോസ് ആ ഒരു അച്ചീവ്മെൻ്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആർട്ടിക്കിളിലുള്ളത്. അപ്പോൾ അതാണ് ഓവർ ദ മൂൺ. അപ്പം നിങ്ങൾ പറയണം ഐ ആം ഓവർ ദ മൂൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഞാൻ എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾ ഒരാളെ കാണുമ്പോൾ ചോദിക്കും, എന്ത് പറ്റി ഇന്ന്, വാട്ട് ഹാപ്പൻ, യു ആർ ഓവർ ദ മൂൺ ടുഡേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അറിയാലോ, യു ആർ എക്സ്ട്രീംലി ഹാപ്പി ടുഡേ. എന്ത് പറ്റി എന്ന് നമ്മൾ ചോദിക്കുന്നതാണ്. അപ്പോൾ ഓർത്ത് വെച്ചാൽ ഓവർ ദ മൂൺ എന്നൊരു എക്സ്പ്രഷൻ വളരെ കോമൺ ആയിട്ടൊരു എക്സ്പ്രഷനാണ്, ഇഡിയമാറ്റിക് എക്സ്പ്രഷനാണ്. യു കെൻ യൂസ് ഇറ്റ് ഇൻ യുവർ ഡെയിലി ലൈഫ്. അപ്പോൾ അതുപോലെ എക്സാമിന് വന്ന് നിങ്ങളെ കൊണ്ട് എഴുതാൻ പറ്റും അല്ലേ. ചന്ദ്രനിലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്, ഓവർ ദ മൂൺ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഹാപ്പിയാണ് എന്നർത്ഥം. ഒന്ന് ഓർത്ത് വെച്ചോളാം, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അതേപോലെ നമുക്ക് നോക്കാം അടുത്തത് ബൈ വിർച്യൂ ഓഫ്. ബൈ വിർച്യൂ ഓഫ് സംതിങ് ഒരു യൂസേജാണ്, ഒരു ഇഡിയമാറ്റിക് എക്സ്പ്രഷനാണ്. ബൈ വിർച്യൂ ഓഫ് സംതിങ് അർത്ഥം ഇത്രേ ഉള്ളൂ, ആസ് എ റിസൾട്ട് ഓഫ് സംതിങ്, അല്ലെങ്കിൽ ബിക്കോസ് ഓഫ് സംതിങ്, ഓൺ അക്കൗണ്ട് ഓഫ് സംതിങ് എന്നൊക്കെ പറയില്ലേ നമ്മൾ. ഓവിങ് ടു സംതിങ്, ഡ്യൂ ടു സംതിങ്, അതേ മീനിങ് വരുന്ന ബൈ വിർച്യൂ ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഓഫ് സംതിങ്, ഇത് കാരണത്താൽ, ഇന്ന കാരണത്താൽ. ബൈ വിർച്യൂ ഓഫ് യുവർ പ്രാക്ടീസ്, ബൈ വിർച്യൂ ഓഫ് യുവർ ഡിറ്റർമിനേഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ. ബിക്കോസ് ഓഫ് യുവർ ഡിറ്റർമിനേഷൻ, ബിക്കോസ് ഓഫ് യുവർ പ്രാക്ടീസ് എന്നൊക്കെ അർത്ഥത്തിലാണ് ബൈ വിർച്യൂ ഓഫ് എന്ന യൂസേജ്. ഓർത്ത് വെച്ചോളെ, ബൈ വിർച്യൂ ഓഫ് ഓർത്ത് വെച്ചോളാം. ഓക്കെ, ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഹായ്, ലൈവിലുള്ളവരൊക്കെ ഒന്ന്
മിണ്ടാം, ഒന്ന് വർത്താനമൊക്കെ പറയാം കേട്ടോ. ഇങ്ങനെ ഉറങ്ങി തൂങ്ങിയിരിക്കല്ലേ. അടുത്ത് നോക്കിക്കേ, പീസ് ടുഗെദർ. അടുത്തൊരു ഫ്രേസൽ വെർബാണ് പീസ് ടുഗെദർ. പീസ് ടുഗെദർ എന്ന് പറഞ്ഞാൽ പല എലമെന്റ്സും, പല ഡിഫറെന്റ് സെഗ്മെന്റ്സിലുള്ള എലമെന്റ്സിനെല്ലാം കൂടെ നമ്മൾ കൂട്ടിച്ചേർക്കാം, എന്നിട്ട് ഒരു കംപ്ലീറ്റ് തിങ്, ഒറ്റൊരു കാര്യമായിട്ട് മാറ്റുക അതിനാണ് പീസ് ടുഗെദർ. പല പീസുകളെ കൂട്ടിച്ചേർക്കുന്നതിനെ പീസ് ടുഗെദർ എന്ന് പറയാം കേട്ടോ. അപ്പോൾ പീസ് ആണ് ഇവിടുത്തെ വെർബായിട്ട് വരിക. പീസ് ടുഗെദർ എന്നുള്ള ഫ്രേസൽ വെർബ് മറക്കണ്ട കേട്ടോ. അപ്പം പീസ് ടുഗെദർ എന്ന് പറഞ്ഞാൽ ബ്രിങ് ടുഗെദർ ടു ഫോം വൺ കംപ്ലീറ്റ് തിങ്. ഒരു കംപ്ലീറ്റ് ഒരു സാധനമായിട്ട് അതിനെ മാറ്റാം, അതിനാണ് പീസ് ടുഗെദർ എന്ന് പറയാം. എന്തെങ്കിലും ഒരു കാര്യങ്ങളെ, പല കാര്യങ്ങളെയും കൂടെ, പല സെപ്പറേറ്റ് ആയിട്ടുള്ള സാധനങ്ങളെ ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് ഒന്നാക്കി മാറ്റുക, ഒറ്റ കംപ്ലീറ്റ് തിങ് ആക്കി മാറ്റുന്നതിനാണ് പീസ് ടുഗെദർ എന്ന് പറയാം. ബ്രിങ് ടുഗെദർ ടു ഫോം വൺ കംപ്ലീറ്റ് തിങ്ങിന് നമുക്ക് പറയാം പീസ് ടുഗെദർ എന്ന് പറയാം. ഓർത്ത് വെച്ചോണേ, പീസ് ടുഗെദർ. അടുത്തത് റിഡൻഡൻസി. എന്താണ് റിഡൻഡൻസി എന്ന വാക്കിനർത്ഥം? റിഡൻഡന്റ് ഫ്രേസ് ആണ് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. സൂപ്പർഫ്ലൂസ് ആണെന്ന് പറയും. റിഡൻഡന്റ് ആണെങ്കിൽ അതിന്റെ അർത്ഥം പറയുന്നത് സൂപ്പർഫ്ലൂസ്, അതായത് അനാവശ്യമായത് എന്നാണ് അർത്ഥം. അപ്പോൾ റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ അനാവശ്യമായ ഒരു അവസ്ഥ, സ്റ്റേറ്റ് ഓഫ് ബീങ് നോ ലോങ്ങർ നീഡഡ്. നമുക്കിനി ഇതിൻ്റെ ആവശ്യമില്ല, ഇതുകൊണ്ട് ആവശ്യമില്ല, ഓൾറെഡി ആവശ്യത്തിനധികം ഉണ്ട്, ആവശ്യത്തിനധികം ഉള്ളെങ്കിൽ അത് റിഡൻഡന്റ് ആണ് എന്ന് പറയും. അപ്പോൾ റിഡൻഡന്റ് അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ റിഡൻഡൻസി എന്ന് പറയുന്നതിനാണ് ANCY വാക്കുകളൊക്കെ ഓർത്താൽ മതി, റിഡൻഡൻസി. അപ്പോൾ റിഡൻഡന്റ് സൂപ്പർഫ്ലൂസ് എന്ന വാക്ക് പറയുന്നതാണ് റിഡൻഡന്റ് അഡ്ജക്റ്റീവ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അഡ്ജക്റ്റീവ് ആയിട്ട് റിഡൻഡൻസി നൗണ്, റിഡൻഡന്റ് അഡ്ജക്റ്റീവ് ആണ്. അർത്ഥം ഇത്രയാണ്, സ്റ്റേറ്റ് ഓഫ് ബീങ് നോ ലോങ്ങർ നീഡഡ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ബീങ് നോ ലോങ്ങർ ഇൻ യൂസ്, അല്ലെങ്കിൽ നോ ലോങ്ങർ യൂസ്ഫുൾ. ഇനി അതിനെ കൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല, യൂസ്ഫുൾ അല്ല, നോ ലോങ്ങർ യൂസ്ഫുൾ ആണ്, അല്ലെങ്കിൽ നോ ലോങ്ങർ നീഡഡ് ആണ് എങ്കിൽ നമുക്ക് പറയാം റിഡൻഡൻസി എന്ന് പറയാം കേട്ടോ. ഓർത്ത് വെച്ചാൽ റിഡൻഡൻസി, ആ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് റിഡൻഡൻസി. ഗുഡ് മോർണിംഗ്. ചിപ്സ് ആർ ഡൗൺ ബൈ വിർച്യൂ ഓഫ് ദി ബിഡ് ആൻഡ് ഇറ്റ് ഈസ് ഓൺറസ് ടു ഇൻഎക്സോറേറ്റ്. ഓൺറസ് ടു ഇൻഎക്സോറബിളോ? ഇല്ല, ഓൺറസ് ടു ഓക്കെ ആണ്, പക്ഷേ ഇൻഎക്സോറബിൾ എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് അല്ലേ. ടു കഴിഞ്ഞിട്ട് 2+V1 അല്ലേ ഇൻഎക്സോറബിൾ ടു ഡു സംതിങ്, അല്ലെങ്കിൽ 2+V1 അല്ലേ വിനിമയം കൊടുക്കണ്ടേ. അപ്പോൾ അവിടെ ഒരു ഇൻഎക്സോറബിൾ എന്ന് പറയുന്നത് ടു ബി ഇൻഎക്സോറബിൾ ആണെങ്കിൽ ഓക്കെ ആണ്. അഡ്ജക്റ്റീവിന് മുമ്പ് നിങ്ങളൊരു ബി കൊടുത്താൽ അത് 2+V1 ആയി, അപ്പോൾ കുഴപ്പമില്ല. ടു ബി ഇൻഎക്സോറബിൾ കൊടുക്കണേ വിനിമയം, അത് ശ്രദ്ധിക്കണേ. ക്യാൻ എനിവൺ ഡിവൈസ് എ പ്ലാൻ ടു ഫിക്സ് ഇറ്റ്? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. പീസ് ടുഗെദർ ഇൻ ഓഫ് ഇറ്റ് ഇൻ കൈൻഡ്. പീസ് ടുഗെദർ ഓഫ് ഇൻ കൈൻഡ് എയ്ഡ്സ് ഫ്രം. അല്ലല്ല, അവിടെ ഗ്രാമാറ്റിക്കലി തെറ്റിയല്ലോടോ. പീസിങ് ടുഗെദർ ഓഫ്. പീസ് ടുഗെദർ എന്ന് പറയുന്നത് നമുക്ക് സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, അതിന് ജെറൻ ഫോർമുലേഷൻ കൊടുത്താൽ സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിച്ചോ. പീസിങ് ടുഗെദർ ഓഫ് kind aids from various nations is the best way to suppress abysmal situation എന്ന് കൊടുക്കുക. കാര്യം അവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഒരിക്കലും നമുക്ക് വെർബിന്റെ ഫോർമുലേഷൻ V1 പിടിച്ച് സബ്ജക്റ്റ് കൊടുക്കാൻ പറ്റില്ലല്ലോ, അല്ലെ ജെറണ്ട് കൊടുക്കാം കേട്ടോ, അത് ശ്രദ്ധിക്കാം. Her achievements are by virtue of complete determination. That's great. As a result of, അല്ലേ, that's great. അടുത്ത ടേക്ക് ഓവർ. പഠിച്ചിട്ടുള്ള, കേട്ട് ഒരുപാട് തവണ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു വാക്കാണ് ടേക്ക് ഓവർ ചെയ്യുക. ടേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ അസ്യൂം കൺട്രോൾ ഓഫ്. നമ്മളൊരു കാര്യത്തിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കുക അല്ലെ. ടേക്ക് ഓവർ സംതിങ്, ടേക്ക് ഓവർ ദ ടെറിട്ടറി, ടേക്ക് ഓവർ ദ റൂൾ എന്നൊക്കെ പറയും അല്ലെ. റൂൾ ടേക്ക് ഓവർ ചെയ്തു എന്നൊക്കെ പറയില്ല. ഇന്ന സ്ഥലത്തെ റൂൾ ടേക്ക് ഓവർ ചെയ്തു, ഇന്ന സ്ഥലത്തെ അഡ്മിനിസ്ട്രേഷൻ ടേക്ക് ഓവർ ചെയ്തു എന്നൊക്കെ പറയില്ല. അപ്പോൾ ടേക്ക് ഓവർ ചെയ്യുക അസ്യൂം കൺട്രോൾ ഓഫ് എന്ന അർത്ഥത്തിലാണ്. അതാണ് ടേക്ക് ഓവർ എന്ന യൂസേജ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചാൽ ടേക്ക് ഓവർ. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. ഓൾ വി നീഡ് എ റീസൺ ഫോർ ഓവർ ദ മൂൺ ബട്ട് ചിൽഡ്രൻ. ഓൾ വി നീഡ് എ റീസൺ ഫോർ ഓവർ. അവിടെ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഉണ്ടോ? ഓൾ വി നീഡ് ഈസ് എ റീസൺ. അവിടെ വെർബില്ല, വെർബ് അവിടെ പോയി. ഓൾ വി നീഡ് ഈസ് എ റീസൺ ഫോർ ഓവർ ദ മൂൺ ബട്ട് ചിൽഡ്രൻ. ചിൽഡ്രൻ വാക്കി കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോഴും. ബട്ട് ചിൽഡ്രൻ വാട്ട്? ഓൾ വി ബട്ട് ചിൽഡ്രൻ അത് പ്രിപ്പോസിഷൻ ആയിട്ടാണ് ബട്ട് ഉപയോഗിച്ചേക്കുന്നത്. എക്സെപ്റ്റ് ചിൽഡ്രൻ അതാണ് ഉദ്ദേശിച്ചെങ്കിൽ ദാറ്റ്സ് ഫൈൻ, ആ സെന്റൻസ് കറക്റ്റാണ്. പക്ഷെ അവിടെ അപ്പോഴും ശ്രദ്ധിക്കുക, വെർബിനെ കൊടുക്കണേ. ഓൾ വി നീഡ് ഈസ് എ റീസൺ ഫോർ ഓവർ ദ മൂൺ. ഓക്കെ, അന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഫോർ ബീങ് ഓവർ ദ മൂൺ കൂടെ കൊടുക്കണേ. കാരണം ഫോർ ഒരു പ്രിപ്പോസിഷൻ ആയതുകൊണ്ട് അതിന് ശേഷം വീണ്ടും ഒരു പ്രിപ്പോസിഷൻ ഓവർ കൊടുക്കാൻ പറ്റില്ല, ഡബിൾ പ്രിപ്പോസിഷൻ അടുത്ത് കൊടുക്കില്ല. അതിന് പകരം നിനക്ക് ഒരു ജെറണ്ട് കൊടുക്കാം കേട്ടോ. ശബരി ഇങ്ങനെ കൊടുക്കാം. ഓൾ വി നീഡ് ഈസ് എ റീസൺ ഫോർ ബീങ് ഓവർ ദ മൂൺ ബട്ട് ചിൽഡ്രൻ എന്ന് കൊടുത്താൽ ഓക്കെയാണ്. എക്സെപ്റ്റ് എന്ന അർത്ഥമാണെങ്കിൽ കറക്റ്റ് ആണ്, ഒരു പ്രശ്നമില്ല. പക്ഷേ ശ്രദ്ധിച്ചാൽ മതി, ഓൾ വി നീഡ് ഈസ് റീസൺ ഫോർ ബീങ് ഓവർ ദ മൂൺ. ഓക്കെ, ഈസും കൊടുക്കാൻ മറക്കരുത്, വെർബ് അവിടെ നിർബന്ധമാണ്. We Indians were over the moon when the lander made a soft landing in moon. That's great. Now he is expiating by virtue of his mistake. Okay, all right. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്താണ് എക്സ്പിയേറ്റിംഗ് എന്ന വാക്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്?
അമെൻമെന്റ്സ് ക്ഷമിക്കുക അങ്ങനെ അർത്ഥത്തിൽ തന്നെയല്ലേ എക്സ്പീറ്റ് എന്നുള്ളത്? ഓക്കെ. ഇപ്പൊ അവൻ മനസ്സപിക്കുന്നു എന്ന അർത്ഥത്തിൽ തന്നെയല്ലേ? ആ അർത്ഥത്തിലാണെങ്കിൽ ഇറ്റ്സ് റൈറ്റ്. നൗ ഹീസ് എക്സ്പിയേറ്റിംഗ് ബൈ വിർച്യൂ ഓഫ് ഹിസ് മിസ്റ്റേക്ക് ആസ് എ റിസൾട്ട് ഓഫ് ഹിസ് മിസ്റ്റേക്ക്. ഓൾ റൈറ്റ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫ്രേസസും ഓർത്ത് വെച്ചേക്കാം. ആൻഡ് വൺ വേർഡ് ഓർത്ത് വെക്കാം. ഓവർ ദ മൂൺ, ബൈ വിർച്യൂ ഓഫ്, പീസ് ടുഗെദർ, റിഡൻഡൻസി ആൻഡ് ടേക്ക് ഓവർ. കേട്ടോ? I am over the moon after clearing the prelims exam. That's great. The whole country was over the moon when Chandrayaan 3 launched yesterday. Yes, that's a great one. Let's move. അടുത്തോട്ട് പോകാം. നമുക്ക് നമ്മുടെ സിനോണിംസ് ആനോണിംസിലോട്ടൊക്കെ പോകാം. നമുക്ക് കുറച്ചധികം വേർഡ്സ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഫയർമാൻ ട്രെയിനിയുടെ നോട്ടിഫിക്കേഷൻ വിളിച്ചു. നമുക്ക് ഓപ്പൺ ആണ്, പോർട്ടൽ ഓപ്പൺ ആണ്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്യുക. 26 വയസ്സാണ് കേട്ടോ നിങ്ങൾക്കുള്ള ടൈം ഏജ് ലിമിറ്റ് പറഞ്ഞേക്കണേ. പിന്നെ 3 വർഷം റിലാക്സേഷൻ ഫോർ നമ്മുടെ OBC, SC/ST 5 വർഷം റിലാക്സേഷൻ ഉണ്ട്. നിങ്ങളത് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന മാത്രം പോരാ, അപ്ലൈ ചെയ്തുകൊണ്ട് പഠിക്കുക. നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കുള്ളൂ എന്നുള്ള ആ ഒരു വാശിയൊന്നും നമുക്കിനി പാടില്ല. കാരണം KS എക്സാമിന് നവംബർ 1 എന്നാൽ അത് വരട്ടെ എന്നിട്ട് പഠിച്ചു തുടങ്ങാം എന്ന് വിചാരിച്ചാൽ ക്ലിയർ ആവുമോ? ഇല്ല. ഇപ്പം തന്നെ നമ്മുടെ SI മെയിൻസ് എഴുതിയവർ പറഞ്ഞു കുറച്ചുകൂടെ പ്രിപ്പയർ ചെയ്യാമായിരുന്നു എന്ന്. നമുക്ക് എപ്പോഴും തോന്നും അത്. എന്തുകൊണ്ടാ വെച്ചാൽ നമ്മൾ അവസാനം റിസൾട്ട് പ്രിലിംസ് പാസ്സായെന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ ഞാൻ മെയിൻസ് പഠിക്കൂ എന്നൊക്കെ വിചാരിച്ചിരുന്നാൽ ഭയങ്കര പാടാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രോബ്ലം വരും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്ലൈ ചെയ്യുക, അതുപോലെ തന്നെ പഠിച്ചു തുടങ്ങുക. പഠിക്കാൻ വേണ്ടി നമ്മുടെ കോഴ്സ് അവൈലബിൾ ആണ്. 25-ാം തീയതി നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. ലൈവ് ആൻഡ് റെക്കോർഡ് സെഷൻസ് അവൈലബിൾ. ലൈവ് കഴിഞ്ഞിട്ട് അതിൻ്റെ റെക്കോർഡിങ് അവൈലബിൾ ആണ്. അതുപോലെ ഡയറി ഫ്രം ഇൻസ്ട്രക്ടറിൻ്റെ 8ാമത്തെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് 28-ാം തീയതി. അതുപോലെ ഗാദി ബോർഡ് സ്പെഷ്യൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. 2200 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് കോഴ്സ് അവൈലബിൾ ആവും. അപ്പോൾ കോഡ് അപ്ലൈ ചെയ്യാനുള്ള കാര്യം മറക്കണ്ട. Y314. ഇത് നമ്മുടെ ഈ ലോങ് ടേം ബാച്ച് ആണ്, അറിയാലോ. അപ്പോൾ ഈ ലോങ് ടേം ബാച്ചിൻ്റെ ഇതാണ്, അല്ലാതെ മന്ത്ലി പേയ്മെൻറ്റ് ഒന്നും, ഒറ്റ പേയ്മെൻ്റ് ആണ്, ഇത്രേ ഉള്ളൂ. ഈ ഒരു പേയ്മെൻറ്റ് കൂടെ നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ അതിൻ്റെ കൂടെ ലൈവ് ക്ലാസ്സസ് ആണ്. അതിനുശേഷം അതിൻ്റെ റെക്കോർഡിംഗ് അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ടെസ്റ്റ് സീരീസ് ഇതിൽ അവൈലബിൾ ആണ്. മെൻറ്റർഷിപ്പും ടെലിഗ്രാം ചാനലും ടെലിഗ്രാം ഗ്രൂപ്പും ഒക്കെ അവൈലബിൾ ആണ്. നോട്ട്സൊക്കെ ഇതിലൂടെ തന്നെ അപ്ലോഡ് ചെയ്ത് തരും ക്ലാസ് കഴിയുമ്പോൾ തന്നെ. അങ്ങനെ കാര്യങ്ങൾ ഉഷാറായിട്ട് പഠിക്കാം. റെഗുലറായിട്ട് പഠിക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. കാര്യം ഓരോരുത്തരും ഓരോ എക്സാമിനെ സ്വപ്നം കണ്ടു പോകുന്നവരാണ്. അപ്പോൾ നമ്മൾ പല എക്സാമിന് വേണ്ടി ട്രൈ ചെയ്യുന്നവർ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങളുടെ കറക്റ്റായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ഒരു എക്സാമിന് ക്ലിയർ ആയി നിങ്ങൾ ഒരു സ്ഥാനത്തെത്തും. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങളുടെ പഠനം. അതിനുവേണ്ടി കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ പഠിക്കുക. എല്ലാവരും ഇങ്ങനെ തന്നെയാണ്, വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്നവർ. എനിക്ക് മാത്രം എന്നൊരു ഡൗട്ട് എപ്പോഴും വരരുത്. ഡിമോട്ടിവേറ്റഡ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫാക്കൽറ്റിയോട്, ടീച്ചേഴ്സിനോട് സംസാരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. കാര്യം നിങ്ങൾക്ക് അപ്പോൾ കുറച്ചുകൂടി ഒരു എനർജി കിട്ടും. വളരെ മോട്ടിവേറ്റഡ് ആയിട്ട് തന്നെ ഇരിക്കുക. എല്ലാവരും കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചൊരു നിലയിലെത്തുന്നവരാണ്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി നമ്മൾ കീപ്പ് ചെയ്താൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് ശ്രദ്ധിച്ചോണേ. നമുക്കപ്പോൾ നമ്മുടെ സിനോണിംസ് ആൻറ്റണിംസിലോട്ട് പോകാം അല്ലേ. നമ്മുടെ വേർഡ്സ് ആദ്യത്തെ എക്സ്പ്ലോറേഷനാണ്. സ്പേസ് എക്സ്പ്ലോറേഷനാണ് ഇന്നത്തെ മെയിൻ നമ്മുടെ ആർട്ടിക്കിൾ തന്നെ അല്ലേ. സ്പേസ് എക്സ്പ്ലോറേഷൻ. അപ്പോൾ എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ എന്നൊരർത്ഥമുണ്ട്. സ്റ്റഡി, റിസർച്ച് അല്ലേ. സർവേ, റിസർച്ച്, സ്റ്റഡി എന്നൊക്കെയാണ് എക്സ്പ്ലോറേഷൻ അർത്ഥം. അപ്പോൾ അതിൻ്റെ ആൻറ്റണിമായിട്ട് വരുന്നത് എന്താണ്? നമ്മളതിനെ എക്സ്പ്ലോറേഷൻ ഒരു കാര്യത്തെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിസർച്ചാണ്, സ്റ്റഡിയാണ്, ഇൻവെസ്റ്റിഗേഷനാണ്. അതിന് നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുന്ന അവസ്ഥ, ഡിസ്റിഗാർഡ് അല്ലെങ്കിൽ അൺകൺസേൺ, നോൺ ചലൻസ് എന്നൊക്കെ എക്സ്പ്ലോറേഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ആൻറ്റണിമായിട്ട് നമുക്ക് പറയാം. എക്സ്പ്ലോറേഷൻ്റെ മീനിങ് നിങ്ങൾക്ക് അറിയാമല്ലേ, വളരെ കോമൺ ആയിട്ട് എക്സ്പ്രഷനാണ് ഇൻവെസ്റ്റിഗേഷൻ, സ്റ്റഡി, റിസർച്ച് എന്നൊക്കെ പറയുന്നത്. ഓർത്ത് വെച്ചോണേ. ഓക്കെ, ഓൾ റൈറ്റ്. ഞാൻ സെൻറ്റൻസ് വായിക്കട്ടെ. റൂളിംഗ് ഔട്ട് is the best bet in the project by virtue of its redundant nature. That's great. At the end, we have to piece together all our knowledge to the answer sheet. That's great. ISRO scientists meet Indian people over the moon by virtue of their flair in technology and skill. Great. Anube, Indian people I capital എപ്പോഴും ശ്രദ്ധിക്കാം. ഇന്ത്യ നേഷനെ പറ്റി പറയുമ്പോൾ, നാഷണാലിറ്റിയെ പറ്റി പറയുമ്പോൾ ഒക്കെ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാവുള്ളൂ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ. ദ അസൈലന്റ് ഈസ് ഓവർ ദ മൂൺ വെൻ ദ എക്സിക്യൂഷണർ കർബ്സ് ചാസ്റ്റൈസ്മെന്റ്. ഗ്രേറ്റ്. ഗുഡ് മോർണിംഗ് നന്ദന, ഗുഡ് മോർണിംഗ്. യെസ്. ഓക്കെ. ISRO pieced together intelligence and hard work for the successful soft landing of Chandrayaan 2. That's great. That's a great one. The investigation team pieced together all the evidence for submitting before court. That's great. LGS ബാച്ചിൽ ജോയിൻ ചെയ്തു. ലൈവ് ക്ലാസ് നന്നായി ലോഡായി വരുന്നില്ല. ഡേറ്റ ക്രിഡേഷൻ ഇഷ്യൂ വല്ലതാണോ? പ്രവീൺ, ഒരു കാര്യം ചെയ്യാമോ? ഞാനൊരു ലിങ്ക് തരാം. എനിക്ക് പേഴ്സണലായിട്ടൊരു മെസ്സേജ് അയച്ചേക്കാവോ? എനിക്ക് പേഴ്സണൽ ഒരു മെസ്സേജ് ടെലിഗ്രാമിൽ ഇട്ടേക്ക്. ഞാനതിന് നമുക്കതിൻ്റെ എന്താ ചെയ്യാം, ടെക്നിക്കൽ സപ്പോർട്ട് അവൈലബിൾ. ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കും, അതപ്പോൾ എന്നെക്കൊണ്ട് എൻ്റെ സൈഡിൽ സോൾവ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ടെക്നിക്കൽ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്ത് തരാം.
അപ്പോൾ പ്രവീൺ അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് അത് സോൾവ് ചെയ്താൽ മതി. ഞാനത് പറഞ്ഞുതരാം. അപ്പോൾ എന്താണെന്നുള്ള അവർ അവിടെ നോക്കിയിട്ട് അവരുടെ എൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ സെറ്റായിട്ട് അത് ചെയ്യാൻ പറ്റും. അപ്പം എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് ഇടാൻ മറക്കണ്ടേ. അപ്പോൾ അടുത്ത വേർഡ് നോക്കിയേ, ജുബിലൻറ്റ്. ജുബിലൻ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ഓർത്ത് വെച്ചോണേ, ജോയ് ആയിട്ട് റിലേറ്റഡ്. ജുബിലൻ്റ് ഈസ് റിലേറ്റഡ് ടു ജോയ്. ജോയ് മീൻസ് ഹാപ്പിനെസ് അല്ലേ. അപ്പോൾ ജുബിലൻ്റ് അഡ്ജക്റ്റീവ് ആണ് അല്ലേ. ജുബിലൻ്റ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആണ്. ജുബിലൻ്റ് മീൻസ് ഓവർജോയ്ഡ് അല്ലെങ്കിൽ ജോയ്ഫുൾ, എക്സൾട്ടൻറ്റ്, ഇതൊക്കെ സിനണിംസ് ആണ്. ചിലപ്പോൾ ചോദ്യങ്ങൾ വരും, വിച്ച് ആർ ദ സിനണിംസ് ഓഫ്, അല്ലെങ്കിൽ വിച്ച് വൺസ് ആർ ദ സിനണിംസ് എന്ന് കൊടുക്കുക. അപ്പം ഒന്ന് 1 2 3 4 എടുത്തിട്ട് നമുക്ക് ചോദിക്കും, only 1 only 2 അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്ക് ഈ വേർഡ്സ് ഒക്കെ ഇതിൻ്റെ സിനണിംസ് ആണെന്ന് മനസ്സിലാക്കണം. ഓവർജോയ്ഡ്, ജോയ്ഫുൾ, ഡിലൈറ്റഡ്, എക്സൾട്ടൻറ്റ്, എക്സ്യൂബറൻറ്റ്, ഇലേറ്റഡ് ഒക്കെ ഇതിൻ്റെ സിനണിംസ് ആണ്. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള എന്നാണ് ജുബിലൻ്റിൻ്റെ അർത്ഥം. ഓവർജോയ്ഡ്, ജോയ്ഫുൾ, എക്സൾട്ടൻറ്റ്, എക്സ്യൂബറൻറ്റ്, ഇലേറ്റഡ് എന്നൊക്കെ ഒരർത്ഥമാണ് കേട്ടോ, ഓർത്ത് വെച്ചോണം. അപ്പോൾ അതിൻ്റെ ആൻറ്റണിം എന്താ? സന്തോഷമില്ലാതെ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരിക്കുന്ന അവസ്ഥ അല്ലേ. ഡെസ്പോണ്ടൻറ്റ്, ഡിപ്രസ്ഡ്, ഡിസ്കൺസലേറ്റ്, ഡിസ്പിരിറ്റ് ഒക്കെ. ഡിസ്പിരിറ്റഡ് ആയിട്ടുള്ള അവസ്ഥ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇതൊക്കെ എന്താണ്? ഇതിൻ്റെ ആൻറ്റണിമാണ്. ഓർത്ത് വെച്ചോണേ, ആൻറ്റണിമായിട്ട് ചോദിച്ചാലും സിനണിമായിട്ട് ചോദിച്ചാലും വളരെ കോമൺ ആയിട്ടൊരു യൂസേജാണ് ഈ ജുബിലൻ്റ് എന്ന് പറയുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. ഓക്കെ. അടുത്ത ഫീറ്റ് ആണ്, FEAT, ഫീറ്റ്. ഫീറ്റ് വരുമ്പോൾ മറ്റേ ഫീറ്റ് മാർക്കരുത്, കാല് എന്ന അർത്ഥം മാറരുത്, അത് വേറെ ഫീറ്റ് അല്ലേ. ഈ FEAT ഫീറ്റ് എന്ന് പറയുന്നത് വേറെ ഫീറ്റ്, പ്ലൂറൽ നൗൺ ആണത്. ഫീറ്റ് എന്ന് പറഞ്ഞാൽ ഫുട്ടിൻ്റെ പാസ്റ്റൻസ് ആണ് ഫീറ്റ്, ഇത് പ്ലൂറൽ നൗണ്. പക്ഷേ ഈ ഫീറ്റ് ഈസ് നമ്മുടെ ഇത് അച്ചീവ്മെൻറ്റ് അല്ലെങ്കിൽ ട്രയംഫ്, അക്കംപ്ലിഷ്മെൻറ്റ് അല്ലെ, നേട്ടം. നമ്മുടെ ആ നേട്ടത്തെ നമ്മൾ പറയും ഫീറ്റ് എന്ന് പറയും അല്ലേ. ആൻറ്റണിം എന്താണ്? ഫെയിലിയർ. ഒരു നേട്ടം, അച്ചീവ്മെൻറ്റ്, സക്സസ് എന്നൊക്കെ പറയുന്ന സാധനമാണ് ഫീറ്റ് എങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഫെയിലിയർ അല്ലെങ്കിൽ ഡെബക്കിൾ, ഫിയസ്കോ. പഠിച്ചിരുന്നു നമ്മളല്ലേ, എന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഓർത്താൽ മതി, ഫീറ്റ് FEAT ഫീറ്റ് എന്ന് പറഞ്ഞാൽ അച്ചീവ്മെൻറ്റ്, അക്കംപ്ലിഷ്മെൻറ്റ് അല്ലെങ്കിൽ ട്രയം, നേട്ടമാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഫെയിലിയർ ആണ് അല്ലെങ്കിൽ ഡെബക്കിൾ, അതിൻ്റെ തോൽവി എന്ന് പറയും അല്ലേ. അത് ഓർത്ത് വെച്ചോളാം കേട്ടോ. ഓക്കെ. The new transfer chief, the new transfer chief of police took over the charge of the district suddenly the day he reached there. All right. ISRO is considering the landing of Chandrayaan is a feat in its journey. അവിടെ ഒരു ഇതുണ്ട്, 2 ഈസ് അവിടെ വരേണ്ട കാര്യമില്ല കേട്ടോ വിനോയ്. അപ്പോൾ എങ്ങനെ കൊടുക്കണം അറിയോ? ISRO is considering the landing of ചന്ദ്രയാൻ a feat in its journey മതി. അവിടെ ഈസ് വേണ്ട, ഈസിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നത്, ഒരു ഫീറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് എന്ന് മതി. അവിടെ ഈസിൻ്റെ ആവശ്യമില്ല കേട്ടോ, വെറുതെ കൊടുത്താൽ മതി. ലാൻഡിംഗ് ഓഫ് ചന്ദ്രയാൻ a feat in its journey എന്ന് കൊടുത്താൽ മതി. എക്സ്പ്ലോർ വേർബ് മീനിങ് ഇൻവെസ്റ്റിഗേഷൻ ആണോ? എക്സ്പ്ലോർ വേർബ് മീനിങ്ങും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്ന മീനിങ് ഉണ്ട്. എക്സ്പ്ലോർ ചെയ്യുക, റിസർച്ച് ചെയ്യുക, സ്റ്റഡി ചെയ്യുക, സ്കാൻ ചെയ്യുക, സർവേ ചെയ്യുക, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. വെർബല്ലേ, എക്സ്പ്ലോർ ആണ് വേർബ് അല്ലേടാ. എക്സ്പ്ലോർ വേർബ് ആണെങ്കിൽ എക്സ്പ്ലോറേഷൻ നൗൺ അല്ലേ. എക്സ്പ്ലോർ വേർബ് ആണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ വരില്ല, ഇൻവെസ്റ്റിഗേറ്റ് വരും കേട്ടോ. അപ്പോൾ വെർബ് വരുമ്പോൾ വെർബിൻ്റെ ഫോർമുലേഷനിലോട്ട് മാറ്റണം എല്ലാത്തിനെയും. ഇൻവെസ്റ്റിഗേറ്റ്, സ്റ്റഡി, സ്കാൻ, റിസർച്ച്, സർവേ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ മീനിങ്ങിലോട്ട് മാറ്റുക, വെർബിൻ്റെ ഫോർമുലേഷനിലോട്ട് മാറ്റുക കേട്ടോ. ശബരി ശ്രദ്ധിക്കണേ. വാട്ട് ഈസ് ദ സ്റ്റേറ്റസ് ഓഫ് ദ എക്സ്പ്ലോറേഷൻ? ദാറ്റ്സ് ഗ്രേറ്റ്. The Eiffel Tower is a remarkable feat of engineering. Yes, it is. നന്ദന സുഖമായിട്ടിരിക്കുന്നോ? നന്ദന എന്നൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ നോക്കിയേ, ഇന്നത്തെ ഫസ്റ്റ് സെറ്റ് ഓഫ് വേർഡ്സിൽ എക്സ്പ്ലോറേഷൻ, ജുബിലൻറ്റ്, ഫീറ്റ് എന്ന വാക്കുകൾ നമുക്ക് ഓർത്തിരിക്കാം. ഓക്കെ. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് സെറ്റ്. അടുത്ത സെറ്റിലോട്ട് പോവാം. കാപ്രിസ് എന്ന വാക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ കാപ്രിസ് എന്ന വാക്ക് നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാപ്രിസ് അല്ല, കപ്രീഷ്യസ് എന്ന വാക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കപ്രീഷ്യസിൻ്റെ അർത്ഥം വിംസിക്കലാണ്. റാൻഡം, കപ്രീഷ്യസ്, അഡ്ജക്റ്റീവ് ഫോർമുലേഷനിൽ കപ്രീഷ്യസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കപ്രീഷ്യസ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവിൻ്റെ നൗൺ ഫോർമുലേഷനാണ് കാപ്രിസ് എന്ന് പറഞ്ഞാൽ വിം അല്ലെങ്കിൽ വൊളറ്റിലിറ്റി, ഒരു ഫ്ലിക്കിൾനെസ്, മനസ്സിലായോ? ഒരു ഫിക്കിൾനെസ് എന്ന് പറഞ്ഞാൽ ഒരു ചാഞ്ചാട്ടം അല്ലേ. നോഷൻ, ഒരു ഇമ്പൾസ്, ഒരു എടുത്തിയാട്ടം ഒക്കെ പറയില്ല, ഒരു തോന്നൽ, അത് ഒരു ഇമ്പൾസ്, ഒരു ഏർജ്, അതിനെയാണ് നമ്മൾ കാപ്രീസ് എന്ന് പറയുക. പല മീനിങ് ഉണ്ട്, ഓർത്ത് വെച്ചാൽ വിം, വൊളറ്റിലിറ്റി, ഫിക്കിൾനെസ്, നോഷൻ, ഇമ്പൾസ്, ഏർജ് എന്നൊക്കെ പറയാം. അപ്പോൾ കപ്രീഷ്യസ് എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മുടെ പറയില്ല, ഇമ്പൾസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൊളറ്റൈൽ ആയിട്ടുള്ള, ഫിക്കിൾ ആയിട്ടുള്ള, വിംസി ആയിട്ടുള്ള എന്നൊക്കെ പറയും. വിംസിക്കൽ പറയും, റാൻഡം ഒക്കെ. അപ്പോൾ അതിൻ്റെ ആൻറ്റണിംസ്, കപ്രീസിൻ്റെ ആൻറ്റണിമാണ് സ്റ്റെബിലിറ്റി, സ്റ്റേബിൾ ആയിട്ടുള്ള അവസ്ഥയില്ലേ, അതിൻ്റെ സ്റ്റെബിലിറ്റി, ഫേംനെസ്, പ്രാക്ടിക്കാലിറ്റി എന്നൊക്കെ പറയാം. ഓർത്തോണേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് കപ്രീസ് നൗണും കപ്രീഷ്യസ് അഡ്ജക്റ്റീവാണ്, ഓർത്ത് വെച്ചോ. ഓക്കെ. അടുത്ത വാക്ക് ഇൻഡിസ്റ്റിങ്വിഷബിൾ. ഇൻഡിസ്റ്റിങ്വിഷബിളിൽ ഇന്ന് വരുമ്പോൾ തന്നെ ഓർത്താൽ മതി, അത് നെഗറ്റീവ് പ്രിഫിക്സ് ആണ്. ഇൻഡിസ്റ്റിങ്വിഷബിളിലെ ഇന്ന് നെഗറ്റീവ് പ്രിഫിക്സ് ആണ്. അപ്പോൾ ആക്റ്റീവ്, ഇൻആക്റ്റീവ് ഒക്കെ പോലെ അല്ലേ.
അപ്പോൾ ഓർത്ത് എക്സോറബിൾ ഇൻഎക്സോറബിൾ ഒക്കെ പറയില്ല അതുപോലെ കേട്ടോ. ഇൻ എന്ന് പറയുന്നത് നെഗറ്റീവ് പ്രിഫിക്സാണ്. അപ്പം ഡിസ്റ്റിങ്വിഷബിൾ എന്ന് പറയുമ്പോൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റാത്തത് അല്ലെ, ദാറ്റ് മീൻസ് ഐഡന്റിക്കൽ ആണ്. അത് തമ്മിൽ വേർതിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. ഇറ്റ്സ് സോ ഐഡന്റിക്കൽ, സോ സിമിലർ, വളരെ സിമിലർ ആയിട്ടുള്ള. ഇൻഡിസ്റ്റിങ്വിഷബിൾ മീൻസ് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റാത്തതാണ്, അലൈക്ക് ആണ്, ഇൻഡിസ്റ്റിങ്ക്റ്റ് ആണ്, സിമിലർ ആണ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓർത്തോണേ. അപ്പോൾ ഐഡന്റിക്കൽ, സിമിലർ, അലൈക്ക്, ഇൻഡിസ്റ്റിങ്ക്റ്റ്, ഡിസ്റ്റിങ്ക്റ്റ് ചെയ്യാൻ പറ്റും, വേർതിരിക്കാൻ പറ്റാത്തത് ആണ്. അപ്പോൾ അതിൻ്റെ ആന്റണിം ഇതാണ് ഡിസ്റ്റിങ്വിഷബിൾ, ഓഫ് കോഴ്സ് അല്ലേ. ഇൻഡിസ്റ്റിങ്വിഷബിൾ ഓപ്പോസിറ്റ് ഡിസ്റ്റിങ്വിഷബിൾ. ഡിസിമിലർ, സിമിലറിൻ്റെ ഓപ്പോസിറ്റ് ഡിസിമിലർ വരില്ലേ, സെയിം. അൺഐഡന്റിക്കൽ പറയാം കേട്ടോ, ഞാനത് എഴുതിയിട്ടില്ല. ക്ലിയർ, ഇൻഡിസ്റ്റിങ്ക്റ്റ് ആണ്, ഡിസ്റ്റിങ്ക്റ്റ് ആണ്, ക്ലിയർ ആണെന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അത് ഓർത്താൽ മതി. ക്ലിയർ, ഡിസ്റ്റിങ്ക്റ്റ്, അതൊക്കെ അതിൻ്റെ മീനിങ് ആണ്. ക്ലിയർ അതെ, ഡിസ്റ്റിങ്ക്റ്റ് അതെ, ഐഡന്റിക്കൽ അതെ. ഞാനതൊന്നും സെപ്പറേറ്റ് എഴുതിയിട്ടില്ല, ഒരുപാട് വാക്കുകൾ എഴുതിയിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ലോജിക്കിലോട്ട് എത്താമല്ലോ. സോറി, അൺഐഡന്റിക്കൽ, വെറും ഐഡന്റിക്കൽ അല്ല, അൺഐഡന്റിക്കൽ ആട്ടോ. അൺഐഡന്റിക്കൽ അതിൻ്റെ ആന്റണിയുമായിട്ട് വരും. ഓക്കെ, ഓർത്ത് വെച്ചോളാം. അടുത്ത് ഗാൽവനൈസ് ചെയ്യുക. ഗാൽവനൈസിന് രണ്ടർത്ഥമുണ്ട് ശരിക്കും. നമ്മൾ അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ മാറി ഉപയോഗിക്കാൻ. ജോൾട്ട് ചെയ്യുക എന്ന് പറയും, ഞെട്ടുക അല്ലെ, ഒന്ന് ഞെട്ടിക്കുക, ഷോക്ക് ചെയ്യുക, സ്റ്റാർട്ടിൽ ചെയ്യുക, അല്ലെങ്കിൽ ഇമ്പൽ ചെയ്യുക, ഒന്ന് സ്റ്റിർ ചെയ്യുക, ഒന്ന് ഇളക്കുക, ഏർജ് ചെയ്യുക, ഒക്കെ അർത്ഥമുണ്ട്. ഏർജ് ചെയ്യുക ആസ് എ വേർബ് കേട്ടോ, ആസ് എ വേർബ്. ഏർജ് ഒന്ന് പെർസ്വേഡ് ചെയ്യുക, പ്രോംപ്റ്റ് ചെയ്യുക എന്നൊക്കെ അർത്ഥമില്ലേ, ഒന്ന് എൻകറേജ് ചെയ്യുക, അതൊക്കെ ഗാൽവനൈസ് ചെയ്യുക എന്ന് പറയും. നമ്മൾ ഒരാളെ ഞെട്ടിക്കുകയാണ്, ഒന്ന് ഞെട്ടിച്ച് കളയാണ്. പിന്നെ പോസിറ്റീവ് സെൻസിലും പറയാം, നെഗറ്റീവ് സെൻസിലും പറയാം. അതേ സ്ഥാനത്തിന് നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡീമോട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്കറേജ് ചെയ്യുക എന്ന് പറയും. ഗാൽവനൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുക, ഷോക്ക് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക, ഇമ്പൽ ചെയ്യുക, സ്റ്റിർ ചെയ്യുക, ഏർജ് ചെയ്യുക എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ ആന്റണിം എന്താണെന്ന് ചോദിച്ചാൽ യു ക്യാൻ ഗെറ്റ് ദ വേർഡ്സ് ലൈക്ക് ഡീമോട്ടിവേറ്റ്, ഡിസ്വേഡ്, ഡിസ്കറേജ് എന്നൊക്കെ പറയും. നമ്മൾ ഒരാളെ ഡീമോട്ടിവേറ്റ് ചെയ്ത് കളയുക അല്ലെങ്കിൽ ഡിസ്കറേജ് ചെയ്യുക എന്നൊക്കെ അർത്ഥത്തിലാണ് അതിൻ്റെ ആന്റണിം വരിക. ഒന്ന് ഓർത്ത് വെച്ചോ കേട്ടോ. ഓക്കെ, ഓർത്ത് വെച്ചോളാം. ഹീസ് ഓൾവേസ് ജുബിലന്റ് വെൻ ഹീസ് ഓൺ ദ റോഡ്. ദാറ്റ്സ് ഗ്രേറ്റ്. ഓക്കെ, അപ്പോൾ ഡ്രൈവിംഗ് ആണ് പുള്ളിയുടെ ഇഷ്ടം, ട്രാവൽ അല്ലേ. എക്സ്പ്ലോറേഷൻ ഓഫ് ന്യൂ റിസോഴ്സസ് ഇസ് നീഡഡ് ടു ഡിഫീറ്റ് എനർജി deficiency. That's great. The authority is still confused about the exploration on the Jal Jeevan mission. Jal Jeevan, JAL, because the data of number of consumers is skewed. All right. Happy ponle. Okay. Sunday clerk exam. അതെ അതെ അതെ, ഞാൻ അതിൻ്റെ ഇന്നൊരു സെഷൻ ചെയ്യുന്നുണ്ട്. നമുക്ക് 4 മണിക്ക് ഫൈനൽ സെഷൻ, അതിൻ്റെ പ്രിപ്പറേഷൻ നടക്കട്ടെ. ഓക്കെ, നല്ല കാര്യം, നല്ല കാര്യം, ഉഷാറായിട്ട് നടക്കട്ടെ കാര്യങ്ങൾ. ദ ക്രൂ മെമ്പേഴ്സ് ഓഫ് ചന്ദ്രയാൻ ബിക്കം ജുബിലന്റ് ആഫ്റ്റർ ദ സക്സസ്ഫുൾ സോഫ്റ്റ് ലാൻഡിംഗ് ഓഫ് ചന്ദ്രയാൻ. യെസ്. പിന്നെ അത് വീണ്ടും ചന്ദ്രൻ സെപ്പറേറ്റ് എഴുതണ്ട കേട്ടോ, നമ്മൾ റെപ്പറ്റീഷൻ കൊടുക്കില്ല, നൗൺ റെപ്പറ്റീഷൻ കൊടുക്കരുത്. അതിനെങ്ങനെ കൊടുക്കാം? ദ ക്രൂ മെമ്പേഴ്സ് ഓഫ് ചന്ദ്രയാൻ, സി ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണേ, പേരല്ലേ ക്യാപിറ്റൽ ലെറ്റർ, പ്രോപ്പർ നൗണാ. ബിക്കം ജുബിലിയന്റ് ആഫ്റ്റർ ദ സക്സസ്ഫുൾ സോഫ്റ്റ് ലാൻഡിംഗ് ഓഫ് ഇറ്റ്. ആഫ്റ്റർ ഇറ്റ്സ് ഇങ്ങനെ കൊടുത്താൽ ആഫ്റ്റർ ഇറ്റ്സ് സക്സസ്ഫുൾ സോഫ്റ്റ് ലാൻഡിംഗ്, അതാണ് സെറ്റ് കേട്ടോ. അങ്ങനെ കൊടുത്താൽ മതി. അതിന് കാരണം അത് റെപ്പറ്റീഷൻ കൊടുക്കരുത്. അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, നൗണിന് റെപ്പറ്റീഷൻ കൊടുക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രൊനൗൺ ഉപയോഗിക്കുക. അത് ഓർക്കുക, സെന്റൻസിനെ പെർഫെക്റ്റ് ആക്കാൻ. United Arab Emirates, Arab in A capital, Emirates in E capital, കേട്ടോ സനലെ, is exploring different areas in the country to find the crude oil availability. That's great. The scientific world is in jubilant, as is in jubilant പറയില്ല, is jubilant പറഞ്ഞാൽ മതി. Is happy എന്നാണ്, is in happy എന്ന് പറയില്ലോ, is in happiness എന്നല്ല പറയാം. അപ്പോൾ ഇത് നൗൺ അല്ല jubilant. അപ്പോൾ ജുബിലേറ്റ് എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവിനെ നമ്മൾ ഒരിക്കലും എന്തായിട്ട് കൊടുക്കത്തില്ല, പ്രിപ്പോസിഷന് ശേഷം കൊടുക്കില്ല, ഇന്ന് കഴിഞ്ഞിട്ട് കൊടുക്കില്ല. അപ്പോൾ ഇന്നും കട്ട് ചെയ്തോളാം കേട്ടോ. സോ അല്ലേ, ദ സയന്റിഫിക് വേൾഡ് ഇസ് ജുബിലന്റ് ആസ് ദേ ക്യാൻ ബി എക്സ്പ്ലോർഡ് ദ ഡാർക്ക് സൈഡ് ഓഫ് ദ മൂൺ ബൈ ദ ചന്ദ്രയാൻ 2. ആസ് ദേ ക്യാൻ ബി എക്സ്പ്ലോർഡ് അല്ല, ആസ് ദേ ക്യാൻ എക്സ്പ്ലോർ ദ ഡാർക്ക് സൈഡ് ഓഫ് ദ മൂൺ ബൈ സയന്റിഫിക് വേൾഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന, അവിടെ പാസിവൈസേഷൻ കൊടുക്കരുത്. സോ അല്ലേ, ശ്രദ്ധിക്കണേ. ദ സയന്റിഫിക് വേൾഡ് ഇസ് ജുബിലന്റ് ആസ് ദേ ക്യാൻ എക്സ്പ്ലോർ ദ ഡാർക്ക് സൈഡ് ഓഫ് മൂൺ ബൈ ദ ചന്ദ്രയാൻ 2. ബൈ ദ ചന്ദ്രയാൻ 2 വേണ്ട, വെറും ചന്ദ്രയാൻ 2 കൊടുത്താൽ പേരല്ലേ അത്, പ്രോപ്പർ നൗൺ കൂടെ നമ്മൾ ഇതാ കൊടുക്കില്ല. ഹൗ ക്യാൻ വി ഗാൽവനൈസ് ദ സ്റ്റുഡൻസ് ഇൻ ടു ടേക്കിംഗ് ദ റെസ്പോൺസിബിലിറ്റി ഫോർ ദെയർ ഓൺ വർക്ക്. ദാറ്റ്സ് എ ഗ്രേറ്റ് സെന്റൻസ്. Juxtaposing of indistinguishable thing is onerous. You just put in a pin it. You just put in a pin it for now. Put in a pin it. അവിടെ ഒരു തെറ്റുണ്ടല്ലോടാ, ലെറ്റ്സ് ഡിസ്കസ് ലേറ്റർ. അവിടെ ഒരു ചെറിയൊരു ഇതുണ്ടേ, ഒന്ന് തിരുത്തണേ. I usually tell my son to study his lessons to galvanize teachers. That's great. That's great. അടുത്ത് നോക്കാം, നെക്സ്റ്റ് സെറ്റിലോട്ട് പോകാലോ. അങ്ങനെയാണെങ്കിൽ ഡിമൈസ് കേട്ടുണ്ടായിരിക്കും അല്ലേ. ഡിമൈസ് ഓഫ് എ പേഴ്സൺ, മരണം, അതാണ് ഡിമൈസ്. പാസിംഗ്, എക്സ്പയറിംഗ്, ഡെത്ത്, എൻഡ്, ഡിസീസ്, അതാണ് ഡിമൈസ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഡിമൈസ് ഓഫ് എ മിഷൻ എന്നൊക്കെ നമ്മൾ പറയും കേട്ടോ. ഒരാളുടെ മരണം എന്നല്ലാതെ ഡിമൈസ് നോർമലി നമ്മളൊരു ഫോമൽ യൂസേജ് ആയിട്ടാണ് പറയാം ഡിമൈസ്.
അല്ലാതെ നമ്മൾ ഒരു എന്തിനേലും എൻഡിനും ഡിമൈസ് എന്ന് പറയും. ഇപ്പോൾ ഡിമൈസ് ഓഫ് ചന്ദ്രയാൻ എന്നൊക്കെ പറയില്ലേ, ചന്ദ്രയാൻ 1 എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രൻ അങ്ങനെ പറയില്ലേ, ആ ഒരു അർത്ഥത്തിൽ നമ്മൾ എന്ത് പറയും, ഡിമൈസ് എന്ന് പറയും കേട്ടോ. ഇതെന്താ സെന്റൻസ് ആർട്ടിക്കിൾ നമ്മൾ കാണാൻ പറ്റും. അതിൻ്റെ ആന്റണിമായിട്ട് നമുക്ക് പറയാം ബർത്ത്, ബിഗിനിങ്, ക്രിയേഷൻ, റൈസ്, ഓൺസെറ്റ് എന്നൊക്കെ പറയാം. ഒരു കാര്യം ഇല്ലാണ്ടായെങ്കിൽ അതിൻ്റെ ബിഗിനിങ് അല്ലെ, അതിൻ്റെ ഓൺസെറ്റ് അല്ലെങ്കിൽ ക്രിയേഷൻ, റൈസ് എന്നൊക്കെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറയാം. അപ്പോൾ ഡിമൈസിൻ്റെ ഓപ്പോസിറ്റ് ആണ് ബിഗിനിങ്, റൈസ്, ക്രിയേഷൻ, ഓൺസെറ്റ് എന്നൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ജംഗ്ഷൻ ആണ്. ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ജംഗ്ഷൻ, ആ ഒരു പോയിന്റ് അല്ലെ, മൊമെന്റ്, ടൈം എന്ന് പറയാം, ഓർ ഇന്റർജെക്ഷൻ, ആ കറക്റ്റ് കൊളൈഡ് ചെയ്യുന്ന പോയിന്റ് ഇല്ലേ, അതിന് ഇന്റർസെക്ഷൻ പോയിന്റ് ഇല്ലേ, അതിനെ നമ്മൾ പറയുന്ന പേരാണ് ജംഗ്ഷൻ എന്ന അർത്ഥത്തിൽ. അപ്പോൾ ആ ഒരു പോയിന്റ് അത് ഓർത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വാക്ക് ഗ്യാപ്പ് ആണ്. ഗ്യാപ്പ്, സെപ്പറേഷൻ, ഫിഷർ എന്നൊക്കെ പറയാം. ലിറ്ററൽ മീനിങ് ആണ് അത്. അപ്പോൾ ഓർത്താൽ മതി. വി ആർ ഇൻ ക്രിട്ടിക്കൽ ജംഗ്ചർ, നമ്മളൊരു ക്രിട്ടിക്കൽ ജംഗ്ചറിൽ, ക്രിട്ടിക്കൽ പോയിന്റിൽ നമ്മൾ നിൽക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട്. വളരെ കോമൺ ആയിട്ടൊരു എക്സ്പ്രഷനാണ് ജംഗ്ചർ എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചോണേ, ജംഗ്ചർ, പോയിന്റ്, മൊമെന്റ്, ടൈം, ഇന്റർസെക്ഷൻ, ജംഗ്ഷൻ എന്നൊക്കെ അർത്ഥത്തിൽ പറയും. ഓക്കെ, ഓർത്ത് വെച്ചോളാം. അടുത്ത പ്രിസീഡിങ് ആണ്. പ്രിസീഡ് ചെയ്യുക അറിയാലോ, പ്രിസീഡ് ചെയ്യുക എന്ന് പറയാ ഒരെണ്ണത്തിന് ശേഷം വരിക എന്നുള്ളതാണ് പ്രിസീഡ് ചെയ്യുക. ഒരു കാര്യത്തിന് ഫോളോ ചെയ്യുക എന്ന അർത്ഥത്തിലാണ്. പ്രിസീഡിങ് എന്ന് പറയുമ്പോൾ അഡ്ജക്റ്റീവ് ആണ് അല്ലേ. പ്രിസീഡിങ്ങിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഫോർ ഗോയിങ്, ഒരെണ്ണത്തിന് എന്താണ് പ്രിസീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആണ് ഫോളോയിങ്. പ്രിസീഡ് മുൻപേ ഉള്ളതാണ്, ബിഫോർ ആണ് അർത്ഥം. ബിഫോർ, പ്രയർ, ഫോർ ഗോയിങ്, പ്രീവിയസ്, ഫോമർ, ബിഫോർ, അതാണ് പ്രിസീഡിങ്ങിൻ്റെ അർത്ഥം. അപ്പോൾ പ്രിസീഡിങ് അഡ്ജക്റ്റീവ് ആണ്. നമ്മൾ ഫോർ ഗോയിങ്, പ്രീവിയസ്, പ്രയർ, ഫോമർ എന്നുള്ള യൂസേജിൽ അഡ്ജക്റ്റീവാണ്. പക്ഷേ ബിഫോർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കൺജങ്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പോസിഷൻ ആയിട്ടോ ഉപയോഗിക്കുക, അതാണ് വ്യത്യാസം. അതാണ് ബിഫോറിൻ്റെ പ്രിസീഡിങ്ങിൻ്റെ വ്യത്യാസം. സെയിം മീനിങ് ആണേ ഉള്ളൂ, പക്ഷേ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ്. ആന്റണിയുമായിട്ട് വരുമ്പോഴോ സബ്സിക്വൻറ്റ്, ഒരെണ്ണത്തിന് ശേഷമുള്ള സാധനം അല്ലേ. പ്രിസീഡിങ് മുൻപേ ഉള്ളത്, ശേഷമുള്ളത് സബ്സിക്വൻറ്റ് അല്ലെങ്കിൽ ഫോളോയിങ്, ലേറ്റർ എന്നൊക്കെ നമുക്ക് പറയാം. പ്രിസീഡിങ് ഓർത്ത് വെച്ചോണം, മുൻപേ ഉള്ളത് എന്നാണ് ഫോർ ഗോയിങ് അല്ലെങ്കിൽ പ്രീവിയസ്, പ്രയർ, ഏർലിയർ, ഫോമർ എന്നൊക്കെ പറയും. ആന്റണിം ഓഫ് പ്രിസീഡിങ് ആണ് സബ്സിക്വൻറ്റ് അല്ലെങ്കിൽ ഫോളോയിങ്, ലേറ്റർ എന്നൊക്കെ പറയുന്നത് കേട്ടോ. പുട്ട് എ പിൻ ഇൻ ഇറ്റ്, നീ ഇട്ടത് എങ്ങനെയാന്ന് നോക്കിയേ. വിനു, നീ പറഞ്ഞത് കറക്റ്റാണ്, എനിക്കറിയാം. പുട്ട് എ പിൻ ഇൻ ഇറ്റാണ് നീ ഉദ്ദേശിച്ചത് എനിക്കറിയാം. പക്ഷെ നീ ഇട്ട സെന്റൻസ് നീ ശ്രദ്ധിച്ചേ, പുട്ടിനെ പെൻ ഇൻ ഇറ്റ് എന്നാണ് നീ പോയത്. പുട്ടിനെ പെൻ ഇൻ ഇറ്റ്. അപ്പോൾ ഇന്ന് നീ മാറി കൊടുത്തേ. പുട്ട് എ പിൻ ഇൻ ഇറ്റ് എന്ന് പറഞ്ഞാൽ പിൻ ചെയ്ത് വെച്ചേക്ക്, നമുക്ക് മാറ്റി വെച്ചേക്ക്, പിന്നത്തേക്ക് നമുക്ക് ചിന്തിക്കാം. അത് തന്നെ സെയിം സാധനമാണ് നീ പറഞ്ഞത്. പക്ഷെ നീ ഉപയോഗിച്ച ഇപ്പോൾ ഇടി മാറ്റിപ്പോയി, ഫ്രേസ് മാറിപ്പോയി. കണ്ടോ, പുട്ട് ഇന്നെ പിൻ ഇൻ ഇറ്റ്, പുട്ട് ഇന്നെ പിന്നിറ്റ് എന്ന് പറഞ്ഞാൽ പുട്ടിനെ പിന്നിറ്റ് അല്ല, പുട്ട് എ പിൻ ഇൻ ഇറ്റ്. ആ ഇന്നിനെ മാറ്റി പിടിച്ചിട്ട് ആ പിന്നിന് ശേഷം ഇട്ടേ, അപ്പോൾ സെറ്റാവും. ഓക്കെ, കാര്യം ഓക്കെ ആണ്. നീ ഉദ്ദേശിച്ച എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞത് തിരുത്താൻ പറഞ്ഞത്. ഓക്കെ, കറക്റ്റാണ്. ഇപ്പോൾ സെറ്റായി, നീ ഇപ്പോൾ പറഞ്ഞപ്പോൾ അത് കറക്റ്റായി. സക്സസ് ഓഫ് ചന്ദ്രയാൻ പ്രൊവൈഡഡ് എ caprice for the new members to achieve more success in the upcoming projects. That's great. Making a woman jubilant is very easy, but man is very tough. അതെനിക്ക് ഇഷ്ടപ്പെട്ടു പ്രവീണ, ഗ്രേറ്റ്. അങ്ങനെ ഒരു ഇഡിയം അല്ല, യൂസേജ്, ഒരു ഫ്രേസ് ഉണ്ട് കേട്ടോ. ഓക്കെ, യെസ്. The author of this book explained very well about the caprice of human beings on religion. Yes. Fickleness. It's an unprecedented piece of news when we heard about the demise of the demagogue. All right. Failure of Russia's lunar mission. Luna galvanized the people in India. സത്യം അല്ലേ, ലൂണ മിഷൻ പെട്ടെന്ന് ലൂണ തകർന്നു, ലൂണയുടെ പേടകം തകർന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ലൂണ എന്ന ഇത് തകർന്നു, അതിൻ്റെ വിങ് തകർന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി അല്ലേ. ബിക്കോസ് എന്തെങ്കിലും ഒരു മിഷൻ നമ്മളൊരാൾ, അത് പിന്നെ കൺട്രി എന്നല്ല, ഏത് കൺട്രി കൊണ്ടുവന്നാലും നമുക്കത് ഫെയിലിയർ ആയെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സങ്കടമാണല്ലേ. ബിക്കോസ് അത്രയും കഷ്ടപ്പെട്ട് അവരുടെ എനർജി ആൻഡ് ടൈം ആൻഡ് മണി അല്ലേ, അതെല്ലാം കൂടി എടുത്തിട്ടാണ് അവരിത് എടുക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അത് കഴിഞ്ഞു. ഇറ്റ്സ് ഓക്കെ, അത് കുഴപ്പമില്ല. ഞാൻ പറയാണ്, ഞാൻ നിന്നോട് ശ്രദ്ധിക്കാൻ അതുകൊണ്ടാണ് നിനക്കൊരു ഇത് പറഞ്ഞതെന്ന് പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. തെറ്റ് വരും, നമ്മൾ തിരുത്തും, അങ്ങനെയല്ല നമ്മൾ, അതല്ലേ ലേണിംഗ് അല്ലേ. തെറ്റ് വരിക, തിരുത്തുക, ദാറ്റ്സ് ഇറ്റ്. ബട്ട് ഡോണ്ട് മേക്ക് ദ സെയിം മിസ്റ്റേക്ക്, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെറ്റിലോട്ട് പോകാം കേട്ടോ. പ്രിസീഡിങ് നമ്മൾ കേട്ട് പരിചയമുള്ളൂ, വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റ് സെറ്റാണ് റൂഡിമെന്ററി, ലാസ്റ്റ് സെറ്റാണ് ഇത്. കുറച്ച് വേർഡ്സ് ഉള്ളതും ആർട്ടിക്കിളാണ് കുറച്ചധികം വായിക്കാനുള്ളത്. റുഡിമെന്ററി എന്ന വാക്ക്, റുഡിമെന്ററി എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള, സാധാരണ നമ്മൾ എലിമെന്ററി ആയിട്ടുള്ള കാര്യം, പ്രൈമറി, ഇനിഷ്യൽ എന്നുള്ള റുഡിമെന്ററി സ്റ്റഫ് എന്നൊക്കെ ഇടയ്ക്ക് ഉപയോഗിക്കുന്ന സെൻസ് കണ്ടിട്ടില്ലേ, റുഡിമെന്ററി സ്റ്റഫ്. അപ്പോൾ റുഡിമെന്ററി എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള എന്നാണ്. എലിമെന്ററി ആവശ്യത്തിനുള്ളത്, പ്രൈമറി, ഇനിഷ്യൽ എന്നൊക്കെ പറയാം. അപ്പോൾ അതിൻ്റെ ആന്റണിയുമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അഡ്വാൻസ്ഡ്, ഇവോൾവ് അല്ലെങ്കിൽ ഡെവലപ്ഡ്.
വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഇവോൾവ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്ന അർത്ഥത്തിലാണ് നമ്മൾ എന്താ പറയുക ഓപ്പോസിറ്റ് പറയുക. റുഡിമെൻ്ററി വളരെ ബേസിക് ആയിട്ടുള്ള വളരെ ഫണ്ടമെൻ്റൽ ബേസിക് എലിമെൻ്ററി പ്രൈമറി ഇനിഷ്യൽ. ശ്രദ്ധിക്കണം, ഞാൻ ഈ സിനോണിംസ് എടുത്തിട്ട് പറയാൻ കാര്യം വിച്ച് ആർ നോട്ട് ദ സിനോണിംസ് ഓഫ്, വിച്ച് ആർ നോൺ സിനോണിംസ് ഓഫ് എന്ന് ചോദ്യങ്ങൾ വരാം. ചിലപ്പോൾ ഏതൊക്കെയാണ് സിനോണിംസ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഒന്നോ രണ്ടും മൂന്നാളിലെണ്ണം തന്നിട്ട് ഒരേ സാധനം സിനോണിമായിട്ട് എല്ലാ അതേ ഓൾ ദ എബോവ് ഓപ്ഷൻ വരാം. അപ്പോൾ ചിലപ്പോൾ ഒന്നും തരില്ല, നൺ ഓഫ് ദ എബോവ് വരാം, അങ്ങനെയൊക്കെ ഓപ്ഷൻസ് വരാം. അപ്പോൾ ഏത് ലെവലിൽ ക്വസ്റ്റൻ ചോദിച്ചാൽ നിങ്ങളെ കൊണ്ട് എഴുതാൻ പറ്റണം. വൊക്കാബുലറി അങ്ങനെ പഠിച്ചു വെക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റെഗുലർ ബേസിസിൽ അതിനെ പ്രാക്ടീസ് ചെയ്യുന്നത് കേട്ടോ. ശ്രദ്ധിക്കാം. അടുത്ത നോട്ടബിൾ ആണ് കേട്ടോ. നോട്ടബിൾ എന്ന വാക്ക് ശ്രദ്ധിച്ചോണേ, അത് നൗൺ ആയിട്ട് ഉപയോഗിക്കും കേട്ടോ. നോട്ടബിൾ എന്ന് പറഞ്ഞാൽ ദേ ആർ ദ നോട്ടബിൾസ് ഇൻ അവർ ലൊക്കാലിറ്റി. ഞങ്ങളുടെ നാട്ടിലെ നോട്ടബിൾസ് ആയിട്ടുള്ള ആൾക്കാർ, സെലിബ്രിറ്റീസ്, പുള്ളിക്കാരും ഇവർ നമ്മുടെ സെലിബ്രിറ്റീസാണ്. അപ്പോൾ നോട്ടബിൾ നൗൺ ഉണ്ട്, പ്ലൂറൽ സിംഗുലർ ആയിട്ട് കൗണ്ടബിൾ നൗൺ ആണേ. അതേ സമയത്ത് നോട്ടബിൾ എന്ന അഡ്ജക്റ്റീവ് ഉണ്ട് അല്ലേ. ഇറ്റ്സ് എ നോട്ടബിൾ പോയിന്റ്, ഇറ്റ്സ് എ നോട്ടബിൾ പ്രോജക്റ്റ്, നോട്ടബിൾ പ്രോജക്റ്റ് ആണ്, ഇറ്റ്സ് എ നോട്ടബിൾ മിഷൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ എടുത്ത് പറയേണ്ടത്, റിമാർക്കബിൾ ആയിട്ടുള്ള, സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള, എടുത്ത് പറയേണ്ടത് എന്നുള്ള അർത്ഥത്തിലാണ് നോട്ടബിൾ, നോട്ട് ചെയ്യപ്പെടേണ്ടത്. നോട്ട് വർത്തി അല്ലേ, അതിനാണ് നോട്ടബിൾ എന്ന് പറയുന്നത്. നോട്ട് വർത്തി, നോട്ട് ചെയ്യപ്പെടേണ്ടവ എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ആന്റണിം ആയിട്ട് പറയുമ്പോൾ VIP അല്ലെങ്കിൽ സെലിബ്രിറ്റി എന്ന അർത്ഥത്തിൽ നോട്ടബിൾ എന്ന നൗൺ ഉണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് നോൺ എൻറ്റിറ്റി. അത് പ്രത്യേകിച്ച് അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയ ഒരാളൊന്നും അല്ല, ദാറ്റ് ഈസ് നോൺ എൻറ്റിറ്റി. പ്രത്യേകിച്ച് അങ്ങനെ എൻറ്റിറ്റി ഒന്നും അല്ല. സെയിം വേയിൽ നമുക്ക് ഇൻസിഗ്നിഫിക്കൻ്റ് അല്ലെങ്കിൽ അൺറിമാർക്കബിൾ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നോട്ടബിൾ എന്ന വാക്കിന് നൗൺ ആയിട്ടും അതേപോലെ അഡ്ജക്റ്റീവായിട്ടും ഉപയോഗിക്കാം. സെലിബ്രിറ്റി അല്ലെങ്കിൽ VIP എന്ന് പറയാം. അതേപോലെ അല്ലെങ്കിൽ പറയില്ല, നമ്മൾ പറയില്ലേ ഭയങ്കര ഇങ്ങനെ ഒരു പേഴ്സണേജ് ആണ് എന്നൊക്കെ പറയും. പേഴ്സണേജ് എന്നൊക്കെ പറയുന്നത് സെലിബ്രിറ്റിയുടെ മറ്റൊരു വാക്കാണ്. അപ്പോൾ അതുപോലെ റിമാർക്കബിൾ ആയിട്ടുള്ള, സ്ട്രൈക്കിംഗ്, സിഗ്നിഫിക്കൻറ്റ് എന്നൊക്കെ പറഞ്ഞ വാക്ക് അത് നോട്ടബിൾ അല്ലെങ്കിൽ നോട്ട് വർത്തി എന്ന വാക്ക് നോട്ടബിളിൻ്റെ സിനോണിംസിൽ പെടുന്നതാണ്. നോട്ട് വർത്തി പോലെ, പ്രൈസ് വർത്തി പോലെ നോട്ട് വർത്തി, നോട്ട് ചെയ്യപ്പെടേണ്ടവ, ദാറ്റ് ഈസ് നോട്ട് വർത്തി. ആന്റണിം എന്ത് വരും? നോൺ എൻറ്റിറ്റി എന്ന നൗണിന് ആന്റണിം വരും. അതേപോലെ തന്നെ ഇൻസിഗ്നിഫിക്കൻറ്റ്, അൺറിമാർക്കബിൾ എന്നൊക്കെ പറയും. ഓക്കെ ആണേ, മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ലൈവിലുള്ളവരെല്ലാവരും ഒന്ന് ഉഷാറായിക്കും. ഒരു ലൈക്ക് ഇട്ട് പിള്ളേരെ, എന്തോ ഒരു എന്താ ജാട ഇത്. ലൈക്ക് ഇടുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ ഇട്ട് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കാം അല്ലേ. ഒന്ന് ഉഷാറായിക്കുക എല്ലാവരും. അപ്പം നമുക്ക് സെൻറ്റൻസിലോട്ട് വായിക്കാം അതിൻ്റെ സമയത്ത്. ഓക്കെ, ലെറ്റ് മീ റീഡ്. At that juncture, I came to know that each and everything is ephemeral. Yes, that's great. See the preceding chapter for further references. That's great. The juncture when Chandrayaan made a soft landing on the moon made the people in India over the moon. That's a great one. The demise of Sri Umanchandi brought notable orientation of media law, including social media, into Puduppally. Yes, she's my preceding officer. Okay, former officer, all right. Almost all the legends galvanized us through their distinguishable trajectory. That's great. A rudimentary enthusiasm is wanted to explore the entities in astrophysics. Yes, he is a bohemian and no one is excited to know about his work, but later his notable amalgamation of every work took the heed of many. That's great. That's a great sentence, Vinu. We have to ensure actual rudimentary education to everyone, not only in law but also in practicality, willy-nilly. Okay, that's great. But also practically അല്ലേ. ഇൻ പ്രാക്ടിക്കലി പറയില്ല, ഇൻ പ്രാക്ടിക്കാലിറ്റി. ഞാൻ പെട്ടെന്ന് പ്രാക്ടിക്കാലിറ്റി എന്ന് വായിച്ചത്. പ്രാവർത്തികത്തിൽ ഇന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അഡ്ജക്റ്റീവ് കൊടുക്കല്ലടാ, നൗൺ കൊടുക്കണേ. ഇൻ പ്രാക്ടിക്കാലിറ്റി കൊടുക്കാം. കാര്യം നോട്ട് ഓൺലി നമ്മൾ കൊടുത്തിട്ട് ഇന്ന് കൊടുത്തല്ലോ, അപ്പോൾ ഉറപ്പായിട്ടും ബട്ട് ഓൾസോക്ക് ശേഷം ഇന്ന് പ്രൊപ്പോസിഷൻ കൊടുക്കുന്നതാണ് ബെസ്റ്റ്. അപ്പോൾ ഇൻ പ്രാക്ടിക്കലി കൊടുക്കില്ല, ഇൻ പ്രാക്ടിക്കാലിറ്റി എന്ന് കൊടുക്കട്ടോ അനുവേ. അപ്പോൾ സെറ്റോ. ഗോപിനാഥ് മുദ്ഗാഡ് ഈസ് എ നോട്ടബിൾ പേഴ്സണാലിറ്റി. യെസ്, ഈസ് എ നോട്ടബിൾ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതിലെ ഗോപിനാഥ് മുദ്ഗാഡിൻ്റെ എം ക്യാപിറ്റൽ കൊടുക്കണേ സനിലെ. ദിസ് നോട്ടബിൾ അച്ചീവ്മെന്റ് മെയ്ഡ് ദ പൊസിഷൻ ഓഫ് ഇന്ത്യ ഹൈ among the other countries വേണ്ട, among other countries in space mission. Do the rudimentary സ്പെല്ലിംഗ് മാറി പോയേ, റെഡിമെന്ററി അല്ലേ rudimentary സ്പെല്ലിംഗ് നോക്കിയാൽ RUDI ആണ്, സ്പെല്ലിംഗ് മാറല്ലേ. തിങ്സ് ബിഫോർ ദ ജങ്ക്ചർ ഓഫ് ഡിമൈസ്. ദാറ്റ്സ് ഗ്രേറ്റ്. ഓക്കെ ആണേ, സെറ്റ് ആണേ. അപ്പോൾ ഇതാണ് നമ്മുടെ വേർഡ്സ് കേട്ടോ. ദീസ് ആർ ദ വേർഡ്സ്, നമ്മുടെ വേർഡ്സ് ഇതാണ്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആർട്ടിക്കിളോട്ട് നേരെ പോകാം. ഓക്കെ, ദീസ് ആർ ദ വേർഡ്സ് ഓർത്ത് വെച്ചാൽ മതി. rudimentary, നോട്ടബിൾ ആണ്. ഇത് ലാസ്റ്റ് സെറ്റ് ഓഫ് വേർഡ്സ്. ഇമ്പോർട്ടൻ്റ് ആയ വേർഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ബേസിക് വേർഡ്സേ ഉള്ളൂ. ഇതെങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസിൽ ഫ്രെയിം ചെയ്തേക്കുന്നതെന്ന് നമുക്ക് ഇന്നത്തെ ആർട്ടിക്കിൾ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ IBPS PO എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 22-ന്
ഇന്നലെ ഇന്നും ഉണ്ട് എനിക്ക് ക്ലാസ്, എന്നും എനിക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ റെഗുലറായിട്ട് ക്ലാസ്സുകൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ലൈവ് ആൻഡ് റെക്കോർഡ് സെഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ബേസിക് ടു അഡ്വാൻസ് ലെവലുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് സെഷൻസ് ഉണ്ട്, അതിനുശേഷം അതിൻ്റെ റെക്കോർഡിങ്സും അവൈലബിൾ ആണ്. ടെസ്റ്റ് സീരീസ് ഒക്കെ ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ മെൻറ്റർഷിപ്പ് ഉണ്ട്. പിന്നെ നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പ് ആൻഡ് ചാനലുണ്ട് ഡിസ്കഷന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുക, ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. 2320 രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് അവൈലബിൾ ആണ്. കോഡ് അപ്ലൈ ചെയ്ത് ഡിസ്കൗണ്ട് അവൈൽ ചെയ്യാം കേട്ടോ. Y314 എന്ന കോഡ് അപ്ലൈ ചെയ്താൽ മതി, ഡിസ്കൗണ്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ 28-ാം തീയതിയിലോട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ AI ജൂനിയറിൻ്റെ ക്ലാസ്സുകൾ കേട്ടോ. 28-ാം തീയതിയിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് ഒന്ന് അറിയിക്കുകയാണ്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ജൂനിയർ എക്സിക്യൂട്ടീവിൻ്റെ പോസ്റ്റിലോട്ടുള്ള ക്ലാസ്സുകൾ. അതുപോലെ സ്റ്റെനോഗ്രാഫറിൻ്റെ ഇന്നലെ ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്. ഞാനൊന്ന് റിമൈൻഡർ നമ്മുടെ ചാനലിലിട്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. സ്റ്റെനോഗ്രാഫറിലോട്ട് അപ്ലൈ ചെയ്തെന്ന് വിചാരിക്കുന്നു എല്ലാവരും. ഇനി പഠനം ഇനി പഠിക്കുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന ആശയമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പഠനം നമുക്ക് ആരംഭിക്കണം. നമ്മൾ 28-ാം തീയതി നമ്മൾ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യണം. ബേസിക് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ ഇംഗ്ലീഷിന് 100 മാർക്ക്. അപ്പോൾ അത്യാവശ്യം ഇംഗ്ലീഷിനെ അറിയാവുന്നവരെന്താണെങ്കിൽ ഉറപ്പായിട്ട് അപ്ലൈ ചെയ്യുക. പിന്നെ സ്റ്റെനോഗ്രാഫി അറിഞ്ഞിരിക്കണം, പഠിക്കാനുള്ള സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അറിഞ്ഞിരിക്കണം. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഷോർട്ട് ഹാൻഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് സെക്കൻഡ് ഫേസിൽ അതാണ് സ്റ്റെനോഗ്രാഫി, നമുക്ക് ടെസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് അത് നമുക്ക് അറിഞ്ഞിരിക്കണം, ഷോർട്ട് ഹാൻഡ്സ്. അപ്പോൾ അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ പഠിച്ചു തുടങ്ങാനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുന്ന 2200 രൂപയ്ക്ക് കോഴ്സ് അവൈലബിൾ ആണ്. അപ്ലൈ ചെയ്തിട്ട് ഡിസ്കൗണ്ടോടുകൂടി ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മെഗാ പാക്ക് ഉള്ളവർ സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യേണ്ട. ഓൾറെഡി നിങ്ങൾക്ക് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് അവൈലബിൾ ആയിരിക്കും കേട്ടോ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം മുതൽ നിങ്ങൾക്ക് ക്ലാസ് അവൈലബിൾ ആയിരിക്കും. അങ്ങനെയാണ് മെഗാ പാക്കുകൾക്ക് കുഴപ്പമൊന്നുമില്ല, ക്ലാസ്സുകൾ കറക്റ്റായിട്ട് കിട്ടും. ഇനി അല്ലാതെ സെപ്പറേറ്റ് പർച്ചേസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കുക കേട്ടോ. കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. കാര്യം ഓരോരുത്തരും ഓരോ ഗോളിന് വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളും അതുപോലെ ഓട്ടത്തിലാണ്. അപ്പം ഓട്ടത്തിൻ്റെ ഇടയിൽ നമ്മുടെ പഠനവും സെറ്റായിട്ട് തന്നെ പോകണം, കൺസിസ്റ്റൻ്റ് ആയിട്ട്. അപ്പോൾ നമുക്കൊരു സ്ഥലത്ത് എത്തി നമ്മുടെ ഒരു ഫ്യൂച്ചർ ഒന്ന് സെക്യൂർ ആക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് ആർട്ടിക്കിളോട്ട് പോകാം. ചന്ദ്രയാനെ പറ്റി. ഓൺ ദ മൂൺ ഓവർ ദ മൂൺ. ഇന്നത്തെ ആർട്ടിക്കിൾ ഇതാണ്, ഓൺ ദ മൂൺ ഓവർ ദ മൂൺ. ചന്ദ്രയാൻ 3 മിഷനെ പറ്റിയാണ് പറയുന്നത് അല്ലേ. ചന്ദ്രയാൻ 3 സിഗ്നൽസ് ദി ലോഞ്ച് ഓഫ് ഇന്ത്യസ് ടൈം ഇൻ സ്പേസ് എക്സ്പ്ലോറേഷൻ. നമ്മൾ എന്തായാലും മൂണിൻ്റെ മുകളിൽ എത്തി, ഓൺ ദ മൂൺ സർഫസിലെത്തി. ആൻഡ് ഓവർ ദ മൂൺ, വി ആർ ഓവർ ദ മൂൺ. നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അതാണ് ഇന്ന് നമ്മുടെ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇന്ത്യയുടെ സമയമായത് അല്ലേ. ശരിക്കും പറഞ്ഞാൽ ലോഞ്ച് ഓഫ് ഇന്ത്യസ് ടൈം ഇൻ സ്പേസ് എക്സ്പ്ലോറേഷൻ. ഇന്ത്യനെ വളരെ കാര്യമായിട്ട് എല്ലാവരും ശ്രദ്ധിച്ച ഒരു ഏരിയ ആണ് ഇതെന്ന് നമുക്ക് എടുത്തു പറയാം. കാരണം വെച്ചാൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് ഒന്നാമത് പോപ്പുലേഷനകത്ത് നമ്പർ 1 ഇപ്പം. അതുകൂടാതെ സ്പേസ് എക്സ്പ്ലോറേഷനിൽ ഒരുപാട് കൺട്രീസ് ഇപ്പം നോക്കിക്കാണുന്ന ഒരു എൻറ്റിറ്റി ആയിട്ട് ഇന്ത്യ ഇപ്പം മാറിയേക്കാണ്. അതിൻ്റെ ഒരു വലിയൊരു നേട്ടവും അതുപോലെ തന്നെ ഹാപ്പിനെസ്സും നമ്മൾ ഈ ആർട്ടിക്കിൾ ഉടനീളം നമുക്ക് കാണാനും പറ്റും. ലെറ്റ്സ് സീ. അറ്റ് 5:40 PM on August 23. അത് നമുക്കറിയാം, ഇന്നലെ എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയ ചന്ദ്രയാൻ 3. The Chandrayaan 3 lander was a 1.7 ton hunk of metal, plastic and glass speeding in an orbit some 30 kilometers above the moon. മൂണിനോട് ഏറെക്കുറെ ഒരു 30 കിലോമീറ്റർ അബോവിൽ നിൽക്കുന്ന മെറ്റൽ, ഗ്ലാസ് ആൻഡ് പ്ലാസ്റ്റിക് സ്പീഡിങ് ഓർബിറ്റിൽ ഉള്ള ഒരു സംഭവമാണ്. 1.7 ടണ്ണാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു എന്താ പറയുക തൂക്കം എന്നൊക്കെ പറയുന്നത്. ബട്ട് ഇൻ ദ നെക്സ്റ്റ് 23 മിനിറ്റ്സ്, അത് 23 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ, അതായത് 5:40 ടൈമിലാണേ, അത് കഴിഞ്ഞ് ഇറ്റ് ഹഡ് മെയ്ഡ് ഹിസ്റ്ററി ബൈ സ്ലോവിങ് ഡൗൺ. ഭയങ്കര സ്ലോ ഡൗൺ ആയി. റൈറ്റിംഗ് ഇറ്റ് സെൽഫ് ആൻഡ് ഗൈഡ് ബൈ എ സൂട്ട് ഓഫ് സെൻസേഴ്സ് ആൻഡ് ആക്ച്വേറ്റേഴ്സ് ജെന്റ്ലി ഡിസെൻഡിങ് ടു ദ മൂൺ സർഫസ്. പയ്യെ സോഫ്റ്റ് ലാൻഡിങ് നടത്തി മൂൺ സർഫസിൽ ഡിസെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അറിയാലോ, പയ്യെ നമ്മൾ താഴെ നിലത്തോട്ട് വരിക, അതാണ് ലാൻഡ് ചെയ്യുക. As it touched down shortly after 6 PM, people gathered at various Indian Space Research Organization centers, ISRO centers, and across India were jubilant. നമുക്കറിയാലോ, ഒരുപാട് പേര് ഉറ്റുനോക്കിയ സന്തോഷത്തോടെ കാത്തിരുന്നൊരു കാര്യം ഇത്. അപ്പം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ സെന്റേഴ്സിൽ മാത്രമല്ല, അതുപോലെ തന്നെ മറ്റ് രാജ്യത്തെമ്പാടുള്ള ഏരിയസിൽ ആൾക്കാർ ഉറ്റുനോക്കിയ ഒരു ഇതാണ് നമ്മുടെ ചന്ദ്രയാൻ 3യുടെ ലാൻഡിംഗ് എന്ന് പറയാം. India is only 4th country in history to have soft landed a spacecraft on the moon. ഇന്ത്യയെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യ 4ാമത്തെ അല്ലേ, 4 രാജ്യങ്ങളിൽ 1 അത്രേ ഉള്ളൂ. 4 രാജ്യങ്ങളിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തി, സ്പേസ് ക്രാഫ്റ്റ് മൂണിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ രാജ്യങ്ങളിൽ 4 ഒന്നാണ് ഇന്ത്യ. 4th കൺട്രിയാണ്, 1 of the 4th കൺട്രിയാണ്. എന്നാൽ ഇറ്റ് ഈസ് എ ഫസ്റ്റ് ടു ഹാവ് ഡൺ സോ ഇൻ ദ മൂൺസ് സൗത്ത് പോളാർ റീജിയൻ. സൗത്ത് പോളാർ റീജിയനിൽ, മൂണിൻ്റെ സൗത്ത് പോളാർ റീജിയനിൽ ആദ്യമായിട്ട് ഇങ്ങനെ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യ ചരിത്രം സൃഷ്ടിച്ചു, ഹിസ്റ്ററി സൃഷ്ടിച്ച ഇന്ത്യ. ഫസ്റ്റ് കൺട്രി, ഫസ്റ്റ് നേഷൻ ടു സോഫ്റ്റ് ലാൻഡ് ഇൻ മൂൺ സൗത്ത് പോളാർ റീജിയൻ.
സൗത്ത് പോളാർ റീജിയൻ ആദ്യമായിട്ട് വെച്ച് അവിടെ ലാൻഡ് ചെയ്തത്, സോഫ്റ്റ് ലാൻഡ് ചെയ്തത് ഇന്ത്യയാണ്. അതൊരു വലിയൊരു നേട്ടം തന്നെയാണ്. അപ്പോൾ അത് നമുക്കൊരു CAയുടെ ചോദ്യമായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഇതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആയതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും എക്സാമിന് ഇനിയുള്ള എക്സാമുകൾക്കൊക്കെ ഇത് വരും. ദ ഫീറ്റ് ഇല്ലസ്ട്രേറ്റഡ് എ സിമ്പിൾ ഫാക്ട് ഓഫ് കോംപ്ലക്സ് സ്പേസ് ഫ്ലൈറ്റ്. അറിയാം, വളരെ സിമ്പിൾ ഫാക്ട് ഇവിടെ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു കോംപ്ലക്സ് മിഷനാണ്. ഓഫ് കോഴ്സ് ഇറ്റ്സ് എ കോംപ്ലക്സ് സ്പേസ് ഫ്ലൈറ്റ് ആണ്. അതിലെ ഒരു സിമ്പിൾ ഫാക്ട് നമുക്ക് ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഡിസ്ക്രൈബ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഡെപ്പിക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്ന ഡെപ്പിക്റ്റ് കേട്ടോ. ഡിസ്ക്രൈബ് ചെയ്യുക, ഡെപ്പിക്ട് ചെയ്യുക, കാണിച്ചു തരിക എന്നാണ് അർത്ഥം. ഡിസ്ക്രൈബ്ഡ് ഓർ ഡെപ്പിക്റ്റഡ് എന്നൊക്കെ പറയാം. By virtue of their enormous hunger for resources, but at the same time capacity for caprice, succeeding at them is indistinguishable from a triumph of human will. നമുക്കറിയാം, because of enormous hunger for resources, നമ്മുടെ മനുഷ്യരെ പറ്റി ശ്രദ്ധിച്ച് നോക്കും. മനുഷ്യർക്ക് ഏറ്റവും വലിയ കാര്യം എന്താ? ഒരുപാട് ഇമ്മൻസ് ഹങ്കറാണ് നമുക്ക്. ഒരുപാട് എന്താ പറയാ, നേട്ടം നേടണമെന്ന്, ഭയങ്കര റിസോഴ്സ് നേടണം എന്നുള്ള ഭയങ്കര ഒരു ആക്രാന്തമാണ് നമുക്ക്, അല്ലേ? അറ്റ് ദ സെയിം ടൈം വേണമെങ്കിൽ ഒരു എന്താ പറയുക, കപ്പാസിറ്റി ഫോർ ക്യാപ്രിസ്, വോളറ്റിലിറ്റി, ഒരു ഇതിൻ്റെ സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഇൻസ്റ്റെബിലിറ്റിയുടെ ഒരു കപ്പാസിറ്റി മനുഷ്യർക്ക് ഭയങ്കരമായിട്ട് കൂടുതലാണ്. പക്ഷേ സക്സീഡിങ് അറ്റ് ദം, ഇതിനെ ഈ എനോമസ് ഹങ്കർ ഫോർ റിസോഴ്സസിനെ മറികടന്ന്, കപ്പാസിറ്റി ഫോർ ക്യാപ്രിസിനെ മറികടന്നിട്ട് വളരെ ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടുള്ള, നമുക്ക് പറയാം, അതിനെ മാറ്റി നമ്മളത് എടുത്ത് പറയുകയാണ്, ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണെന്ന് പറഞ്ഞാൽ വളരെ ഐഡന്റിക്കൽ ആയിട്ടുള്ളൊരു ട്രയംപ് നമുക്ക് കാണാൻ പറ്റും. ഹ്യൂമൻ വില്ലിൻ്റെ ഒരു ട്രയംപ്, ഒരു വിജയം നമുക്കിവിടെ ഈ ഒരു ഇതിൽ നേട്ടം ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഫീറ്റിലൂടെ. ഭയങ്കര ബ്യൂട്ടിഫുള്ളി റിട്ടൺ ആർട്ടിക്കിളാണ്. ദാറ്റ്സ് വൈ, അതായത് കുറച്ചൊരു കാവ്യാത്മകത കൂടിയിട്ടുണ്ട്. ദാറ്റ്സ് വൈ ദേ ആർ കേപ്പബിൾ ഓഫ് ഗാൽവനൈസിങ് പീപ്പിൾ. അതുകൊണ്ടാണ് ഇവയ്ക്ക് ആൾക്കാരെ ഞെട്ടിക്കാൻ, ഷോക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ പ്രൊമോട്ട് ചെയ്യാൻ, പ്രോംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു, എൻകറേജ് ചെയ്യാൻ പറ്റുന്ന, മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുണ്ട്. ഏത് അർത്ഥത്തിൽ എടുത്താലും കറക്റ്റ് മീനിങ് ആണ്. ആസ് ചന്ദ്രൻ 3 ഹാസ് നൗ ഡൺ ഫോർ ഇന്ത്യ. അതാണ് ഇന്ത്യക്ക് ഇപ്പോൾ ചന്ദ്രൻ 3 കൊണ്ട് നേട്ടം ഉണ്ടായത്, അല്ലേ? The immediate implication of Chandrayaan 3 lander now sitting on the moon is that ISRO took away the right lessons from the failure of the preceding mission, Chandrayaan 2. നമുക്കറിയാം, ചന്ദ്രൻ 2 നമ്മുടെ പ്രിസൈഡിംഗ് മിഷനാണ് ചന്ദ്രൻ 2. ചന്ദ്രൻ 2ന്റെ ഫെയിലിയർ നമുക്ക് വല്ലാണ്ട് അഫക്റ്റ് ചെയ്തെങ്കിൽ പോലും അതിൽ നിന്ന് നമ്മുടെ ISRO വളരെ റൈറ്റ് ലെസൺസ് ആണ് ഉൾക്കൊണ്ടത്. അതിൽ നിന്നെടുത്ത് ഉൾക്കൊണ്ട മിഷനിൽ നിന്ന് ഇത്തവണത്തെ മിഷൻ വളരെ സെറ്റാക്കണം, സക്സസ്ഫുൾ ആക്കണമെന്ന് നമുക്ക് വളരെ നിർബന്ധം ഉണ്ടായിരുന്നു. അതാണ് ഇവിടെ നമുക്ക് റിസൾട്ട് ചെയ്തതായിട്ട് കാണാൻ പറ്റുന്നത്. ഇൻ സെപ്റ്റംബർ 2019, സെപ്റ്റംബർ മാസം 2019 ചന്ദ്രൻ 2 ലാൻഡർ വാസ് 2.1 കിലോമീറ്റർ above the lunar surface. അന്ന് 2019 സെപ്റ്റംബർ മാസം 2.1 കിലോമീറ്റർ above the lunar surface, മൂണിന്റെ സർഫസിൽ നിന്നായിരുന്നു ISRO ലോസ് കോണ്ടാക്ട്. അവിടെ വെച്ചിട്ടാണ് കോണ്ടാക്ട് ലോസ് ആയൊക്കെ പോയതും കാര്യങ്ങളൊക്കെ പോയത്. ബേസ്ഡ് ഓൺ ഡേറ്റ ട്രാൻസ്മിറ്റഡ് ബൈ ദ ലാൻഡർ അണ്ടിൽ ദെൻ. അപ്പോൾ അവിടെ സമയത്ത് ഡേറ്റ അത് തകർന്നു പോകുന്നതിന് തൊട്ട് മുൻപ്, കോണ്ടാക്ട് ലൂസ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് വരെ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ISROക്ക് ഡേറ്റ കിട്ടുന്നുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് ഫ്രം അതർ സോഴ്സസ്, മറ്റ് സോഴ്സസ് നിന്നും, ഇൻക്ലൂഡിംഗ് ദ ചന്ദ്രൻ 2 ഓർബിറ്റർ. അതുകൂടാതെ ചന്ദ്രൻ 2ന്റെ ഓർബിറ്ററിൽ നിന്നും ISRO പീസ് ടുഗെദർ ദ ഡിജിറ്റൽ കോസസ് ഓഫ് ദ ലാൻഡേഴ്സ് പ്രിമച്യൂർ ഡിമൈസ്. അതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഡേറ്റ ഉൾക്കൊണ്ട്, അതിൽ നിന്ന് പഠിച്ച് റിസർച്ച് ചെയ്തിട്ട് മനസ്സിലായി, അതിൽ നിന്ന് പീസ് ടുഗെദർ ചെയ്ത ഇൻഫർമേഷൻ, അവിടുന്ന് പലയിടത്തുനിന്നൂടെ കൂട്ടിച്ചേർത്ത് വെച്ച ഇൻഫർമേഷൻ കൂട്ടിച്ചേർത്ത് നമുക്ക് ഒരു കാര്യം മനസ്സിലായി, എന്തുകൊണ്ടാണ് ഈ ലാൻഡറിന് പ്രിമച്യൂർ ഡിമൈസ് സംഭവിച്ചതെന്ന് ISROയ്ക്ക് മനസ്സിലായി. അതിൽ നിന്ന് നേടിയ പാഠം, അതിൽ നിന്ന് പഠിച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ഒരു തേർഡ് മിഷനിലോട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഓർത്തോണം കേട്ടോ, 2019 സെപ്റ്റംബറിലാണ് ചന്ദ്രൻ 2ന്റെ ഡിമൈസ് സംഭവിച്ചതും അതിൻ്റെ ലോസ് കോണ്ടാക്ട് ചെയ്തതും പോയി. അവിടെയാണ് തകർന്നത്, എൻ്റെ അവിടെ നടന്നത്. അത് മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. Experts at ISRO then modified 21 subsystems to give rise to upgraded Chandrayaan 3 lander. അതിൽ നിന്ന് ഉൾക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മുടെ അടുത്തൊരു ഇതിലോട്ട് കൊണ്ടുവരണം. നെക്സ്റ്റ് ഇതെന്താണ്, നെക്സ്റ്റ് നമ്മുടെ ഇതിലോട്ട് വരുമ്പോൾ നമ്മുടെ അടുത്ത ഇതെന്താണ്, അടുത്ത മിഷൻ എന്താണ്, അതാണല്ലോ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. അങ്ങനെയാണ് അപ്ഗ്രേഡഡ് വേർഷനായി ചന്ദ്രൻ 3 ലാൻഡറിലോട്ട് കൊണ്ടുവന്നത്. ദ ലാറ്റർ, മുൻപത്തെ ഉള്ളത് രണ്ടെണ്ണമാണ്, ചന്ദ്രൻ 1, ചന്ദ്രൻ 2, ചന്ദ്രൻ 3നെ പറ്റി ഇവിടെ പറയുമ്പോൾ ആ രണ്ട് കാര്യത്തെ പറ്റി കമ്പയർ ചെയ്യുമ്പോൾ ലാറ്റർ 1 രണ്ടാമത്തത് എന്ന് പറയും. അതായത് മറ്റേത് ഫോർമർ, ആദ്യത്തേത് ഫോർമർ, രണ്ടാമത്തേത് ലാറ്റർ എന്ന് പറയും. അപ്പോൾ രണ്ടാമത്തത് ലാറ്റർ ഇസ് പെർട്ടിക്കുലർലി ഡിസ്റ്റിങ്വിഷ്ഡ് ബൈ റിഡൻഡൻസീസ് ബിൽഡ് ഇൻ ടു ഇറ്റ്. അപ്പോൾ if one is component or one component or process failed, another would likely to have taken over. ഇവിടുത്തെ ലാറ്ററിൻ്റെ ഒരു പ്രത്യേകത, ചന്ദ്രൻ 3യുടെ ഒരു പ്രത്യേകത വെച്ചാൽ നമുക്ക് റിഡൻഡൻസീസ് വെച്ചിട്ടാണ് ഇത് ബിൽഡ് ചെയ്തേക്കുന്നത്. അതായത് അതിൻ്റെ ആവശ്യമില്ല, അൺനെസസറി ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് നമ്മൾ ഒരു വഴിക്ക് പോവല്ലേ, കൂടെ എടുത്തേക്കാം എന്ന രീതിയിലാണ് കുറച്ച് കാര്യങ്ങൾ കൂടെ ഇതിൽ അനാവശ്യമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് അനാവശ്യമായിട്ട് ആഡ് ചെയ്യുന്നത് വേറൊന്നുമല്ല,
ഒരു കോമ്പൗണ്ടിനോ ഒരു പ്രോസസ്സ് ഫെയിലിയർ ആയാൽ മറ്റൊരെണ്ണം അതിനെ ടേക്ക് ഓവർ ചെയ്തോളും എന്നൊരു രീതിയിലാണ് ഇതിനെ നമ്മൾ ഇതാക്കിയത്. അതിപ്പോൾ നമ്മൾ മലയാളികളുടെ ഒരു സെന്റിമെന്റാലിറ്റി ഉണ്ടല്ലോ, എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ കൂടെ ഒരു സാധനം കൂടെ കയ്യിലെടുക്കും, എന്നാൽ ചുമ്മാ ഒരു വഴിക്ക് പോകുന്നല്ല, കയ്യിലിരിക്കട്ടെ എന്നൊരു ചിന്താഗതി ഉണ്ടല്ലോ. ആ ലെവലാണ് ചന്ദ്രൻ തീനെ ഒന്ന് ഡിപ്പിക്ട് ചെയ്തേക്കണം. അപ്പോൾ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ്. അതിൻ്റെ ബാക്കി കാര്യങ്ങളെ പറ്റി നോക്കി. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. Taking a broader view of time, Chandrayaan 3 sits at an important juncture. ഒരു ടൈമിൻ്റെ സിഗ്നിഫിക്കൻസ് എടുക്കുകയാണെങ്കിൽ നല്ലൊരു എന്താ പറയുക ഇമ്പോർട്ടൻറ്റ് ജങ്ക്ചറിലായി ഇപ്പോൾ ഈ ചന്ദ്രൻ ഇരിക്കണേ. India is now a member of the Artemis Accords, the US-led multilateral effort to place humans on the moon. ഇവിടെ എടുത്തു പറയേണ്ട ഒരു പോയിന്റ് എന്താ വെച്ചാൽ, ഇന്ത്യ ഇപ്പോൾ ഇന്ത്യൻ്റെ മെമ്പർഷിപ്പ് ആർട്ടിമിസ് അക്കോർഡ്സിൽ ഇന്ത്യ മെമ്പറാണ്. അതായത് US ലീഡ് ചെയ്യുന്ന ഒരു മൾട്ടിലാറ്ററൽ എഫേർട്ടാണ്. ഹ്യൂമൻസിനെ മൂണിൽ 2025 വരെ അല്ലെ, ഒരു 2025 ഹ്യൂമൻ ബീങ്സ് മൂണിൽ ലാൻഡ് ചെയ്യും എന്നൊരു മിഷൻ US തുടങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ്, അതിനെയാണ് ആർട്ടിമിസ് അക്കോർഡ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് അതിൽ മെമ്പർഷിപ്പ് ഇന്ത്യക്ക് ഉണ്ട് ഇപ്പോൾ. And thereafter to expand human space exploration to Earth's wider neighborhood in the solar system. അത് മാത്രമല്ല, അതിനുശേഷം ഇവർ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ US ഇവർ ആർട്ടിമിസ് അക്കോർഡ്സിൽ എന്താ ഉദ്ദേശിക്കുന്നത്, ആദ്യം മൂണിൽ ലാൻഡ് ചെയ്യുക, ഹ്യൂമൻസ് ലാൻഡ് ചെയ്യുക, പ്ലേസ് ചെയ്യുക. അതിനുശേഷം ഹ്യൂമൻ സ്പേസ് എക്സ്പ്ലോറേഷൻ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യാം. അതാണ് ഇവരുടെ ഉദ്ദേശം. അതിനുവേണ്ടി അവർ കൂടുതലോട്ട് എക്സ്പ്ലോർ ചെയ്യുക, സോളാർ സിസ്റ്റം കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യുക, ആ ഒരു മിഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു ആർട്ടിമിസ് അക്കോർഡ്സ് എന്ന് പറയുന്ന ഒരു പദ്ധതി അവർ തുടങ്ങിയേക്കുന്നത്, ഒരു എഫേർട്ട് തുടങ്ങിയേക്കുന്നത് US. Given the first that India has now achieved, it is an opportunity to lead the other Artemis countries interested in maximizing the contributions of the space sector to their economies alongside the US എന്നുള്ളത്. അപ്പോൾ ഓർത്ത് വെച്ചുള്ള, ഇവിടെ ഇന്ത്യക്ക് ഇപ്പോൾ ഒരു പടി മുന്നെയാണ് ഇന്ത്യ. കാരണം വെച്ചാൽ മറ്റേതൊരു ആർട്ടിമിസ് രാജ്യങ്ങളെക്കാളും ഒരു പടി മുൻപിലാണ്. കാരണം ഫസ്റ്റ് മൂണിൽ ലാൻഡ് ചെയ്ത, സൗത്ത് പോളാർ റീജിയനിൽ ലാൻഡ് ചെയ്തൊരു സ്പേസ് മിഷൻ അല്ലെങ്കിൽ ആ ഒരു ലാൻഡർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ലാൻഡറാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മറ്റ് രാജ്യക്കാരിലേക്കാളൊക്കെ മുമ്പ് അച്ചീവ്മെൻറ്റ് കൂടുതലുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യയുടെ ഒരു പ്ലേസ് എന്താ ചോദിച്ചാൽ, ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റ് രാജ്യങ്ങളെ US-ൻ്റെ കൂടെ നിന്ന് മറ്റു രാജ്യങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും, നയിക്കാൻ പറ്റും. ഇന്ത്യ ക്യാൻ ബി എ ഫോർ റണ്ണർ എന്ന് വേണേൽ പറയാം, ഇന്ത്യ ക്യാൻ ബി എ ലീഡർ എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു മിഷൻ കാരണം ഇന്ത്യ ഒരു ലീഡർഷിപ്പ് സ്ഥലത്തോട്ടും കൂടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത് കേട്ടോ. കാര്യം ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ് ആർട്ടിമിസ് മിഷൻ, ആർട്ടിമിസ് അക്കോർഡ്സ് എന്ന് പറയുന്നത്. 2025 സ്പേസിൽ അല്ല മൂണിൽ ഹ്യൂമൻ ബീങ്സിനെ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ആൻഡ് ടു എക്സ്പ്ലോർ ഹ്യൂമൻ സ്പേസ് റിലേഷൻഷിപ്പ്, അതാണ് അതിലോട്ട് കുറച്ചൊരു എക്സ്പ്ലോറേഷൻ കൂടുതലാക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ഉദ്ദേശം. അതിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത അനുസരിച്ച് സ്പേസ് കോൺട്രിബ്യൂഷനിൽ ഇന്ത്യ കൂടുതലായിട്ട് മാക്സിമൈസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഈ ഒരു കാര്യത്തിൽ ഇന്ത്യ ക്യാൻ ലീഡ്, ഒരു ലീഡർഷിപ്പ് പൊസിഷനിലോട്ട് ഇന്ത്യ എഴുതിയിട്ടുണ്ട്. മറ്റ് ആർട്ടിമിസ് കൺട്രീസിനെ ലീഡ് ചെയ്യാൻ അമേരിക്കയുടെ കൂടെ തന്നെ നിന്ന്, US-ന്റെ കൂടെ തന്നെ നിന്ന് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഒരു പോയിന്റ്. ഓക്കെ, വൈൽ റഷ്യ ആൻഡ് ഇന്ത്യ വെർ നോട്ട് റേസിംഗ് ടു ലാൻഡ് ഓൺ ദ മൂൺ ദിസ് വീക്ക്. നമുക്ക് ഈ ഒരു വീക്കിൽ തന്നെ നമ്മൾ കേട്ടു റഷ്യയുടെ ലൂണ തകർന്നു എന്നുള്ളത് നമ്മൾ കേട്ടായിരുന്നു. അപ്പം ദേ വർ നോട്ട് റേസിംഗ് ടു ലാൻഡ് അല്ലായിരുന്നു. ബട്ട് ലൂണൻ്റെ ഇവിടെ കാര്യം നമുക്ക് പറയാൻ പറ്റും. ദ ഫെയിലിയർ ഓഫ് റഷ്യസ് ലൂണ 25 സ്പേസ് ക്രാഫ്റ്റ് ഓൺ August 19 ഫോർട്ടൽസ് ദ കൺട്രീസ് എബിലിറ്റി ടു കോൺട്രിബ്യൂട്ട് ഇൻ മോർ ലിമിറ്റഡ് ഫാഷൻ. അപ്പം അങ്ങനെ വരുമ്പം ഇന്ത്യ റഷ്യ ഒന്ന് കമ്പയർ ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ, റഷ്യയുടെ ലൂണ കഴിഞ്ഞ വീക്ക് August 19 നമുക്ക് അതിൻ്റെ സ്പേസ് ക്രാഫ്റ്റ് തകർന്നതായിട്ട് നമ്മൾ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ, സ്പേസ് ക്രാഫ്റ്റ് തകർന്ന അവസ്ഥയിൽ നിൽക്കുന്ന ഇത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യക്കാൾ ഒരു പിടി മുമ്പിലാണ് അപ്പം ഇന്ത്യയുടെ സ്ഥാനം എപ്പോഴും ഇപ്പം. അതുകൊണ്ട് തന്നെ കുറച്ചൊരു ലിമിറ്റഡ് ഫാഷനിലെ റഷ്യക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ഇന്ത്യക്ക് അങ്ങനെയല്ല. ഇൻ ദിസ് ഡെക്കേഡ് അറ്റ്ലീസ്റ്റ് ഈ ഒരു ഡെക്കേഡിൽ, ഈ ഒരു 10 വർഷത്തിനുള്ളിൽ എന്തായാലും റഷ്യക്ക് ഇന്ത്യക്കാലം ഒരു പടി പുറകിലായിരിക്കും. To the International Lunar Research Station program, which it leads together with China as a parallel access to the Artemis Accords. അപ്പോൾ ഇത് ചൈനയുടെ കൂടെ പാരലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയായിരുന്നു. റഷ്യയുടെ ചൈനയുടെ ഒരു പാരലായിട്ട് പോയിക്കൊണ്ടിരുന്ന കാര്യങ്ങളായിരുന്നു, നിങ്ങൾക്ക് അറിയാലോ അത്. അപ്പോൾ അതിനെപ്പറ്റി ഈയിടെയായിട്ടൊക്കെ ന്യൂസിൽ വന്നൊരു കാര്യമാണ്. With Chandrayaan 3, India has also demonstrated familiarity with the major types of interplanetary spacecraft. ഇവിടെ ചന്ദ്രൻ 3 വന്നപ്പം ഇന്ത്യ കുറച്ചുകൂടെ എക്സ്പ്ലോറേഷൻ കൂടുതൽ വന്നു ഇന്ത്യക്ക്. അപ്പം അവിടെ നമുക്ക് കാണാൻ പറ്റിയെന്ന് വെച്ചാൽ ഓർബിറ്റേഴ്സിൻ്റെ യൂസേജ് 3 ഇന്റർപ്ലാനറി സ്പേസ് ക്രാഫ്റ്റ് ടൈപ്സ് ഓഫ് ഇന്റർപ്ലാനറി സ്പേസ് ക്രാഫ്റ്റ് ഇന്ത്യ യൂസ് ചെയ്തു. ഓർബിറ്റേഴ്സിൻ്റെ യൂസേജ്, ലാൻഡേഴ്സിൻ്റെ യൂസേജ് ആൻഡ് റോവേഴ്സ്. ഈ 3 എക്സ്പ്ലോറേഷൻ ഇന്ത്യ നടത്തിയിട്ടുണ്ട്. അതാണ് ഈ ഒരു ചന്ദ്രൻ 3 മിഷൻ കൊണ്ടുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. എന്താ വെച്ചാൽ 3 തരത്തിലുള്ള മേജർ ടൈപ്സ്, 3 തരത്തിലുള്ള ഇന്റർപ്ലാനറി സ്പേസ് ക്രാഫ്റ്റ് ഇന്ത്യ യൂസ് ചെയ്തു. ദാറ്റ് ഈസ്
orbiters, landers and rovers. അപ്പോൾ ഇതൊക്കെ എക്സാമിന് വരും ഏതൊക്കെ മൂന്ന് അപ്പോൾ ഇത് മൂന്നെണ്ണം ഉണ്ടല്ലേ only 1 only 2 എന്നൊക്കെ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റൻ ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ചന്ദ്രൻ 3 rover is rudimentary and വളരെ ബേസിക് ആ ചന്ദ്രൻ 3 എന്ന് പറയുന്നത് and speaks to an important focus area for the Indian space program, the planning and implementation of scientific missions. The data from Chandrayaan 3's scientific instruments will be crucial because the mission will be the first to physically, chemically and thermally characterize the soil, subsoil and air near the moon's south pole on location. നമ്മുടെ ഇതിൻ്റെ ഒരു ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ ചന്ദ്രയാൻ 3യുടെ സയന്റിഫിക് ഡേറ്റ് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇത് വളരെ ക്രൂഷ്യൽ ആയിട്ട് നമ്മൾ പറയണം. കാരണം ഈ മിഷൻ നമ്മൾ എന്തുകൊണ്ട് ഈ മിഷൻ കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഈ മിഷൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മൾ അവിടെ ഫിസിക്കലി അതുപോലെ തന്നെ കെമിക്കലി ആൻഡ് തേർമലി ടെമ്പറേച്ചറും അതുപോലെ കെമിക്കൽ കോമ്പണൻറ്റ് ആൻഡ് ഫിസിക്കൽ കോമ്പണൻറ്റ് ഓഫ് സോയിലാണ് നമ്മൾ ക്യാരക്ടറൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടുത്തെ സോയില്, സബ് സോയില് അതുപോലെ തന്നെ എയർ ഇത്രയും നമ്മൾ എന്ത് ചെയ്യാണ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മുടെ മൂണിൻ്റെ സൗത്ത് പോൾ റീജിയനിൽ ഉള്ള സോയില്, സബ് സോയിൽ അതുപോലെ എയറിനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് അതിൻ്റെ തേർമൽ നോക്കുന്നുണ്ട്. തേർമൽ ലെവലിൽ, കെമിക്കൽ ലെവലിലും അതുപോലെ ഫിസിക്കൽ ലെവലിലുള്ള സോയിലിൻ്റെ, സബ് സോയിലിൻ്റെ, എയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത്, എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതാണ് ഇന്ത്യയുടെ ഒരു എന്താ പറയുക ഇന്ത്യയുടെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടൊരു കാര്യമാണ് നമ്മളിപ്പോൾ ഇന്ത്യയുടെ ഒരു മുമ്പിൽ നിൽക്കുന്നത്. ഇന്ത്യ ഹാസ് എ മെഷർ ഓഫ് ടെക്നോളജിക്കൽ സുപ്പീരിയോറിറ്റി നൗ കമ്പയർ ടു, ഇപ്പം നമുക്ക് പറയാം ഇന്ത്യ ഇച്ചിരൂടെ ടെക്നോളജിക്കലി സുപ്പീരിയർ ആണ് മറ്റു രാജ്യത്തെക്കാളും ആണ്. നൗ കമ്പയർ ടു മോസ്റ്റ് അതർ സ്പേസ് ഫെയറിംഗ് കൺട്രീസ്. ഒരുപാട് രാജ്യം സ്പേസ് ഫെയറിങ്ങിന് വേണ്ടി ഒരുപാട് പൈസ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഒരുപാട് എന്താ പറയുക അച്ചീവ്മെൻറ്റ്സും അതുപോലെ തന്നെ പ്രോഗ്രസ് ഒക്കെ നേടിയിട്ടുണ്ട്. പക്ഷേ ആ എല്ലാ രാജ്യക്കാരെക്കാളും ഒരു പടി മുൻപിലാണ് ഇപ്പോൾ ഇന്ത്യ. കാരണം ഇന്ത്യ സ്പേസിലെത്തി അല്ലേ, ഇന്ത്യ സ്പേസിൽ മൂണിൽ ലാൻഡ് ചെയ്തു. ആൻഡ് ഇറ്റ് ഷുഡ് പ്രസ് ദി അഡ്വാൻറ്റേജ് ബൈ ഗോയിങ് ടു മോർ പ്ലേസസ് ഇൻ ദി സോളാർ സിസ്റ്റം ആൻഡ് കണ്ടക്ടിങ് സ്റ്റെല്ലാർ സയൻസ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനി ഇന്ത്യക്ക് അതിനൊരു അഡ്വാൻറ്റേജ് ആണ്. കൂടുതൽ സോളാർ സിസ്റ്റത്തിലെ മറ്റു പ്ലേസുകൾ എക്സ്പ്ലോർ ചെയ്യാനും അതുപോലെ സ്റ്റെല്ലാർ സയൻസിനെ കണ്ടക്ട് ചെയ്യാനും വേണ്ടിയിട്ടും ഇന്ത്യക്ക് കുറച്ചുകൂടെ പ്രയോറിറ്റി കൂടുതൽ കിട്ടി ഇപ്പോൾ ഇന്ത്യയുടെ എഫേർട്ട് കൊണ്ട്. ദ ബെറ്റർ സ്പേസ് ബേസ്ഡ് സയന്റിഫിക് ഇൻസ്ട്രുമെന്റ്സ് കറന്റ് ഓപ്പറേറ്റഡ് ബൈ ഇന്ത്യ ആർ ലാർജ്ലി കൺസേൺ വിത്ത് എർത്ത് ഒബ്സർവേഷൻ ആൻഡ് റിമോട്ട് സെൻസിങ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഇന്ത്യയുടെ സയന്റിഫിക് ഇൻസ്ട്രുമെന്റ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എന്തിനെ കൺസേൺ ചെയ്തുകൊണ്ടാണ്? എർത്ത് ഒബ്സർവേഷനും അതുപോലെ തന്നെ റിമോട്ട് സെൻസിങ്ങുമാണ് ഇന്ത്യയുടെ ബേസിൽ കേട്ടോ. ആസ്ട്രോസാറ്റ് ഈസ് എ notable exception as the forthcoming Adda247 Exposat and NISAR missions are expected to be. അപ്പോൾ അതിന് കുറച്ചുകൂടെ നോട്ടബിൾ എക്സെപ്ഷനിൽ ഫോർത്ത് ആയിട്ടുള്ള എക്സെപ്ഷൻസ് വരുന്നതാണ്. ആസ്ട്രോസാറ്റ് ഇച്ചൂടെ ഒരു നോട്ടബിൾ എക്സെപ്ഷൻ ആണ്. കാരണം വെച്ചാൽ അല്ലാതെ വരുന്ന ഫോർത്ത് വരുന്ന Adda247 ആയിക്കോട്ടെ, എക്സ്പോസാറ്റ് ആയിക്കോട്ടെ, നിസാർ മിഷനൊക്കെ ആയാലും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഇതേ സംഗതിയിൽ തന്നെയാണ്. വരാൻ പോകുന്ന ആദിത്യയിലും L1ലും എക്സ്പോസാറ്റിലും അതുപോലെ നിസാർ മിഷനിലും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന റിമോട്ട് സെൻസിങ് ഒബ്സർവേഷൻ തന്നെയാണ്. ബട്ട് ആസ്ട്രോസാറ്റ് മാത്രത്തിലൊരു നോട്ടബിൾ എക്സെപ്ഷൻ ആയിട്ട് നമ്മൾ പറയുന്നത് അത് കുറച്ചുകൂടി വ്യത്യാസമുള്ള ഇതാണ്. ആൻഡ് ഇൻ ദ റിലേറ്റീവ്ലി റീസെന്റ് പാസ്റ്റ് ചന്ദ്രയാൻ 1 was scientifically well equipped whereas the Mars orbiter mission had room for improvement. ചന്ദ്രയാൻ 1 വളരെ വെൽ എക്യുപ്ഡ് ആയിരുന്നു. പക്ഷേ അതേ സമയത്ത് മാർസ് ഓർബിറ്റർ മിഷൻ എന്ന് പറയുന്ന നമ്മുടെ മാസ് ഓർബിറ്റർ മിഷൻ അത്ര ഇതായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു മിഷൻ അല്ലായിരുന്നു. അതിന് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ആകാൻ നമ്മൾ ഓരോ കാര്യത്തിൽ നിന്നാണ് നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്. നമ്മളത് പറഞ്ഞു ഡേറ്റ് അവിടെ നിന്ന് കിട്ടിയതിൽ നിന്നാണ് പഠിച്ചത്. ചന്ദ്രയാൻ 3 എത്തി, ചന്ദ്രയാൻ 2 ഇതിൽ നിന്ന് എടുത്തെന്ന് പറഞ്ഞില്ല. അതുപോലെ അപ്പോൾ മാസ് ഓർബിറ്റർ മിഷനിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻ്റ് ആവശ്യം ഉണ്ടായിരുന്നു. അതിവിടെ എടുത്ത് പറയുന്നുണ്ട്. ഇറ്റ് വാസ് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഡിഡ് ഗെറ്റ് ടു മാർസ് ആണ് അല്ലേ. അത് മാർസിലോട്ട് എത്തി ബട്ട് ടെക്നോളജിയിൽ ഡെമോൺസ്ട്രേറ്റർ ആയിരുന്നു അത് എന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻ്റ് ആവശ്യം അവിടെ ഉണ്ടായിരുന്നു. ബെറ്റർ സയൻസ് റിസൾട്ട്സ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ബെറ്റർ സയൻസ് റിസൾട്ട്സ് ഡിമാൻഡ് മോർ ഇൻവെസ്റ്റ്മെന്റ്. നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഈ മേഖലയിൽ കൊടുക്കാൻ പറ്റണം. കാരണം പൈസ കുറച്ച് നമ്മളിപ്പോൾ നല്ല ചിലവ് ചുരുക്കി തന്നെയാണ് ഈ പരിപാടി ചെയ്തത്. ബാക്കിയുള്ള രാജ്യങ്ങളെ വെച്ച് ഭയങ്കര ചിലവ് ചുരുക്കിയാണ് ഇന്ത്യ ഈ ഒരു മിഷൻ കണ്ടക്ട് ചെയ്തതെന്ന് തന്നെ പറയാം. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഉയരങ്ങളിൽ എത്തണമെങ്കിൽ ഇന്ത്യക്ക് വേണ്ടത് കുറച്ചുകൂടി ഇൻവെസ്റ്റ്മെന്റ് ആണ്. അത് റിസർച്ചിൽ ഇൻവെസ്റ്റ്മെന്റ് വേണം. ഇൻവെസ്റ്റ്മെന്റ് ഇൻ റിസർച്ച് മേഖലയിലാണ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടത്. ആൻഡ് അതെന്ത് രീതിയിലായിരിക്കണം? അത് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് കിട്ടണം, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് സെക്ടേഴ്സും കൂടെ കിട്ടണം. രണ്ട് സെക്ടേഴ്സും കൂടെ കിട്ടിയാലേ ഇന്ത്യക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. റാദർ ദാൻ സ്പെൻഡിങ് കട്ട്സ് and mission design that puts scientific outcomes before engineering thresholds and launchability. നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അയ്യോ പൈസ കുറവ്, നമുക്കൊരു കാര്യം സ്പെൻഡിങ് കട്ട് ചെയ്യാം എന്നുള്ള രീതി വരുന്ന ഒരു രീതി നമുക്കുണ്ട്. അപ്പോൾ സ്പെൻഡിങ് കട്ടുകൾ വരുത്താതെ അതുപോലെ തന്നെ മിഷൻ ഡിസൈനിലെ ഔട്ട്കംസിനെ ബേസ് ചെയ്യുന്നത് എപ്പോഴും ഒരു എഞ്ചിനീയറിംഗ് ത്രെഷോൾഡ് എന്നൊരു ലിമിറ്റ് കീപ്പ് ചെയ്തുകൊണ്ട് ചെയ്യാതെ
ആ ലിമിറ്റേഷൻസിൽ ത്രഷോൾഡ് ലിമിറ്റേഷൻ ആണ്, ആ ലിമിറ്റ് കീപ്പ് ചെയ്യാതെ ലോഞ്ചബിലിറ്റിയും ത്രഷോൾഡ്സും കൂടെ അഫക്റ്റ് ചെയ്യപ്പെടാതെ സ്പെൻഡിങ് കട്ട്സ് എഫക്റ്റ് ചെയ്യാതെ ഇൻവെസ്റ്റ്മെന്റ് കുറച്ചുകൂടെ കൊണ്ടുവരിക. അതിൽ കുറച്ചുകൂടി ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് സെക്ടറിൽ നിന്നും അതുപോലെ പബ്ലിക് സെക്ടറിൽ നിന്നും കൊണ്ടുവന്നിട്ട് നമ്മൾ ഇന്ത്യയെ കുറച്ചുകൂടെ ഇന്ത്യയുടെ എക്സ്പ്ലോറേഷൻ കുറച്ചുകൂടെ മുന്നോട്ടാക്കുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഇന്നത്തെ ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് സോ ക്ലിയർ. വളരെ അനലിറ്റിക്കൽ ആയിട്ടുള്ള എന്നാൽ വളരെ പ്രൗഡ് ആയിട്ടുള്ളൊരു ആർട്ടിക്കിളാണ് ഇത് അല്ലേ. ഭയങ്കര ക്ലീൻ ആൻഡ് ക്ലിയർ ആൻഡ് ക്രിസ്പ് ആണ്, ഇൻഫോർമേറ്റീവ് ആണ് ഉറപ്പായിട്ടും, അതുപോലെ തന്നെ അനലിറ്റിക്കൽ കൂടിയാണ് നമുക്ക് പറയാം. അല്ല, ഇറ്റ്സ് പ്യൂർലി അനലിറ്റിക്കലിനേക്കാളും കുറച്ചുകൂടി നമുക്ക് ഇതിനെ പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് പറയാം. ഇറ്റ്സ് എ ഡിസ്ക്രിപ്റ്റീവ് ആർട്ടിക്കിൾ എന്ന് പറയാം. അനലിറ്റിക്കലിനേക്കാളും കുറച്ചുകൂടി ഡിസ്ക്രിപ്റ്റീവ് ആണ് ഇത്. രണ്ട് രീതിയിൽ അതിൻ്റെ ഒരു ഇതിനേക്കാളും ഇതിന് ഡിസ്ക്രിപ്റ്റീവ് എന്ന് തന്നെ വേണം കൊടുക്കാൻ. ഇറ്റ്സ് എ ഡിസ്ക്രിപ്റ്റീവ് ആർട്ടിക്കിൾ, ഒരു ഡിസ്ക്രിപ്ഷനാണ് തന്നിരിക്കുന്നത്. ആൻഡ് ആസ് വെൽ ആസ് ഇറ്റ്സ് എൻ ഇൻഫോർമേറ്റീവ് ടൈപ്പ്, ഇൻഫോർമേറ്റീവ് ആണ്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ചന്ദ്രൻ മിഷൻ 3. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് മൂവ് ടു അവർ ക്വസ്റ്റ്യൻ. ഇന്നലത്തെ അല്ല, മിനിഞ്ഞാന്നത്തെ ക്വസ്റ്റ്യൻ. ഇന്നലെ നമ്മൾ കണ്ടക്ട് ചെയ്തില്ല ക്ലാസ്. ഇന്നത്തെ മിനിഞ്ഞാന്നത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇൻ 2023 2023 ജർമ്മനി അപ്പാർട്ട് ഫ്രം ബീങ് അപ്സെറ്റ് ബൈ കൊളംബിയ ഹാസ് ക്രാഷ്ഡ് ഔട്ട് ഇൻ ദ ഗ്രൂപ്പ് സ്റ്റേജ്. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. എന്താണ് ഈ ക്വസ്റ്റ്യനിൽ എറർ എന്ന് പറയാമോ? ലൈവ് എനിക്ക് കുറച്ച് പേര് മാത്രമേ ആൻസർ തന്നിട്ടുള്ളൂ, അപ്പോൾ ഒന്ന് ആൻസർ തരണേ. Successful launching of Chandrayaan 2 is a notable juncture in India's scientific world. Yes, during the preceding years, the company went through a juncture of lows. Okay, great. അപ്പോൾ ഇവിടുത്തെ എറർ പറയാമോ? എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് പേര് ഇതിൽ എറർ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ നോക്കട്ടെ കറക്റ്റ് എത്ര പേര് എറർ തന്നായിരുന്നു. ഓക്കെ, 4 പേര് എനിക്ക് ആൻസർ തന്നായിരുന്നേ. അപ്പോൾ ഇന്നത്തെ ആൻസർ തരാമോ പെട്ടെന്ന്? ഹാസ് വേണ്ട, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് കൊടുക്കരുത് അവിടെ അല്ലേ. കാര്യം എന്തുകൊണ്ടാ? ഇൻ 2023 എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഓർക്കുക, നമുക്കിവിടെ കൊടുത്തേക്കുന്നത് എന്താ? ഒരു വർഷത്തെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഒരു വർഷം പറയുമ്പോൾ ഏതൊരു വർഷത്തെ പറ്റി നമ്മൾ പറയുകയാണെങ്കിലും, ഇപ്പം നടന്ന ഒരു കാര്യം, ഇപ്പോൾ 2023 ഇപ്പം ഉള്ള വർഷമല്ലേ, അപ്പോൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിലും അല്ലെ കഴിഞ്ഞ വർഷങ്ങളെ പറ്റി പറയുകയാണെങ്കിലും അവിടെ നമുക്ക് അഡ്വേർബ് ഓഫ് പാസ്റ്റ് വന്നേക്കണേ. ഹാസ് ക്രാഷ്ഡ് ഔട്ട് ഇല്ല, ക്രാഷ് ഔട്ട് ചെയ്തു. സിമ്പിൾ പാസ്റ്റ് കൊടുക്കണം അവിടെ. സിമ്പിൾ പാസ്റ്റ് കൊടുക്കാനുള്ള കാര്യം വെച്ചാൽ ഈ ഇൻ 2023 എന്ന് പറയുന്ന അഡ്വേർബ് ഓഫ് പാസ്റ്റാ. അത് നമ്മുടെ ക്ലൂ ആ. നമുക്കൊരു ടൈം എക്സ്പ്രഷൻ കിട്ടിയ അഡ്വേർബ് ഓഫ് പാസ്റ്റ് കിട്ടിയ ഓർത്ത് വെച്ചോണം. അവിടെ നമ്മൾ എപ്പോഴും എന്ത് കൊടുക്കേണ്ടത്? സിമ്പിൾ പാസ്റ്റ് കൊടുക്കണം. സിമ്പിൾ പാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഇതാണ് അഡ്വേർബ് ഓഫ് പാസ്റ്റിലുള്ള ടൈം എക്സ്പ്രഷൻസ് നമുക്ക് കൊണ്ടുതരുന്നത്. അപ്പോൾ ഇൻ 2023 2022 എന്നൊക്കെ ഉണ്ട്. അവിടെ ഒരിക്കലും നിങ്ങൾ പ്രസന്റ് പെർഫെക്റ്റ് കൊടുക്കരുത്. V2, ജസ്റ്റ് V2 കൊടുക്കുക. ഇതാ V2 ക്രാഷ്ഡ് ഔട്ട് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഇൻ 2023 ജർമ്മനി അപ്പാർട്ട് ഫ്രം ബീങ് അപ്സെറ്റ് ബൈ കൊളംബിയ ക്രാഷ്ഡ് ഔട്ട് ഇൻ ദ ഗ്രൂപ്പ് സ്റ്റേജ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. അറിയില്ലാത്തൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. യെസ് വിനു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. ഇന്നത്തെ ചോദ്യം ഇതാണ്. ഫാർ ഫ്രം മൂവ് അവേ ഫ്രം ദ എത്നിക് quagmire in search of a detente, the situation is more like a powder keg. ഇത് ഞാൻ ഇന്നലത്തെ ആർട്ടിക്കിളിൽ നിന്ന് എടുത്ത, ഇന്നലത്തെ ആർട്ടിക്കിൾ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ ഇന്നലത്തെ ആർട്ടിക്കിളിൽ എടുത്ത ഒരു സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇത് നോക്കിക്കേ. ഫാർ ഫ്രം മൂവ് അവേ from the ethnic quagmire and in search of a detente, the situation is more like a powder keg. ഇതാണ് ക്വസ്റ്റ്യൻ. ടേക്ക് എ സ്ക്രീൻഷോട്ട്. ആൻസർ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഇതേ ക്വസ്റ്റ്യൻ ഒരെണ്ണം നമ്മൾ സെൻറ്റൻസ് പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ എക്സാമിന് ഒരുപാട് വരുന്ന ഒരു ക്വസ്റ്റ്യനുമാണ്. ടേക്ക് എ സ്ക്രീൻഷോട്ട്. ആൻസർ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ മറക്കണ്ട കോമന്റ് സെക്ഷനിൽ കേട്ടോ. അപ്പോൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരും ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. നമ്മൾ 2 ടെലിഗ്രാം ചാനലുണ്ട്. KPSC ഷോർട്ട് സെലക്ഷൻ, അതുപോലെ Adda247 കേരള സെൻട്രൽ എക്സാംസ് എന്ന 2 ടെലിഗ്രാം ചാനൽ. ലിങ്ക് ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. കണ്ടുകൊണ്ടേ ഇരിക്കുക. അതുപോലെ IBPS ക്ലർക്കിന് എക്സാമിന് വേണ്ടി പോകുന്നവർക്ക് വേണ്ടിയിട്ട് ലാസ്റ്റ് മിനിറ്റിൽ നമ്മളൊരു റിവിഷൻ സെഗ്മെന്റ് ആയിട്ട് ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഞാൻ ലൈവ് വരുന്നുണ്ട്. അപ്പോൾ വൈകിട്ട് കാണാം ബാങ്കേഴ്സ് Adda247 മലയാളം ചാനലിൽ. അപ്പോൾ വരിക കാണുക. അതുപോലെ തന്നെ നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ലാസ്റ്റ് മിനിറ്റ് ടിപ്സുമായിട്ട് ഞാൻ 6:45 നമ്മുടെ ചാനൽ വരുന്നുണ്ട്. മെയിൻ ചാനലിൽ, നമ്മുടെ ഈ ചാനലിൽ തന്നെ. അപ്പോൾ കാണാം. അതുവരെ എല്ലാവർക്കും ടേക്ക് എ ബ്രേക്ക് ആൻഡ് എൻജോയ് ദ ഡേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. കോമന്റ് സെക്ഷനിൽ ഡൗട്ട്സോ സജഷൻസോ ഉണ്ടെങ്കിൽ പങ്കുവെക്കാം. ആൻസർ പോസ്റ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ചാനലിലായിരുന്നു ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ.